ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ದೇವರ ನಾಮಕ್ಕೆ ಮಹಿಮೆ ಉಂಟಾಗಲಿ. രാവിലെ മുതൽ വളരെ ക്ഷമയോടെ നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കുകയായിരുന്നു. ಮುಂಜಾನೆಯಿಂದ ನೀವು ತುಂಬಾ ತಾಳ್ಮೆಯಿಂದ ದೇವರ ಸನ್ನಿಧಿಯಲ್ಲಿ ಕೂತ್ಕೊಂಡಿದ್ದಾರೆ. ഇനിയും നിങ്ങളുടെ ക്ഷമയെ ഞാൻ പരീക്ഷിക്കാൻ പാടില്ല. ನಾನು ನಿಮ್ಮ ತಾಳ್ಮೆಯನ್ನು ಮತ್ತೆ ടെസ്റ്റ് ಮಾಡೋಕ್ಕಾಗಲ್ಲ. എന്നാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയം ദൈവവചനവുമായിട്ട് നിൽക്കേണ്ടത് എൻ്റെ ഒരു ഉത്തരവാദിത്വമായതുകൊണ്ട് നിൽക്കുന്നു. ಆದರೆ ಈ ವಾಕ್ಯದೊಂದಿಗೆ ಮಾತನಾಡಬೇಕಾಗಿರುವುದು, ವಾಕ್ಯದೊಂದಿಗೆ ನಿಲ್ಲಬೇಕಾಗಿರುವುದು ನನ್ನ ಜವಾಬ್ದಾರಿಕೆ ಆಗಿದೆ. തെസ്സലോനിക്ക പുസ്തകത്തിൽ നിന്ന്, 1 തെസ്സലോനിക്ക ലേഖനത്തിൽ നിന്നാണ് നമ്മുടെ സന്ദേശങ്ങളെല്ലാം. ಮೊದಲನೆಯ ತೆಸಲೋನಿಕದವರಿಗೆ ಬರೆದ പത്രികಯಿಂದ ನಾವು കേൾತಾ ಬಂದವು. ഇപ്പോൾ 1-ാം അധ്യായത്തിൽ എന്തായിരുന്നു തെസ്സലോനിക്കരെ കുറിച്ച് പറഞ്ഞത്? ಮೊದಲನೇ ಅಧ್ಯಾಯದಲ್ಲಿ ಅಪೊಸ್ತಲನಾದ ಪೌಲನು ತೆಸಲೋನಿಕದವರ ಕುರಿತಾಗಿ ಏನು ಹೇಳಿದನು? ഓക്കെ, താങ്ക് യു വെരി മച്ച്. അവർ മാതൃകയുള്ളവരായിരുന്നു. 2-ാം അധ്യായത്തിൽ, 2ನೇ ಅಧ್ಯಾಯದಲ್ಲಿ they were effective people. ಅವರು ಉತ್ಸಾಹ ಇದ್ದವರು. ഓക്കെ, 3-ാം അധ്യായം, ഓക്കെ, അവര് സ്ഥിരതയുള്ളവരായിരുന്നു. ಅವರು ಸ್ಥಿರವಾಗಿ. 4-ാം അധ്യായം, അവർ വിശുദ്ധന്മാരായിരുന്നു. ಅವರು ಪವಿತ್ರರಾಗಿ. 5-ാം അധ്യായം, കാലങ്ങളെ സമയങ്ങളെ കുറിച്ച് ബോധ്യമുള്ളവരായിരുന്നു. ಕಾಲಗಳು ಸಮಯಗಳ ಕುರಿತಾಗಿ ಅವರಿಗೆ ತಿಳಿದವರಾಗಿದ್ದರು. 4-ാം അധ്യായത്തെയും 5-ാം അധ്യായത്തെയും ചേർത്ത് നാളെ ആരാധനയിൽ സംസാരിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. 4ನೇ ಅಧ್ಯಾಯ ಮತ್ತೆ 5ನೇ ಅಧ್ಯಾಯ ಸೇರಿ ದೇವಚಿತ್ತವಾದರೆ ನಾಳೆ ಆರಾಧನಾ ಜೊತೆಯಲ್ಲಿ ಮಾತನಾಡಬೇಕೆಂದಿದೆ. 1-ാം അധ്യായത്തിലെ ഒരു ചില കാര്യങ്ങൾ കൂടെ നിങ്ങളെ ബോധ്യപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നു. ಮೊದಲನೇ ಅಧ್ಯಾಯದಿಂದ ಕೆಲವು ವಿಷಯಗಳನ್ನು ಕೂಡ മാതനാടുന്നതിന് ഞാൻ മനസ്സിലാക്കിದ್ದೇನೆ. ഒരു ബൈബിൾ സ്റ്റഡി പോലെയാണ് ഈ പാഠങ്ങൾ എടുക്കാനായിട്ട് ഇടയായത്. ಒಂದು ಬೈಬಲ್ ಸ್ಟಡಿ ಹಾಗೆ ನಾನು ಈ ವಿಷಯಗಳನ್ನು ಮಾತನಾಡಿದೆನು. തെസ്സലോനിക്ക സഭയെ അവർ മാതൃകയുള്ളവരായിരുന്നു എന്ന് പറയുമ്പോൾ അവരിൽ ഉണ്ടായിരുന്ന ചില ഗുണങ്ങൾ നാം പഠിക്കേണ്ടത് ആവശ്യമാണ്. ತೆಸಲೋನಿಕದ ಸಭೆಯವರು ಒಂದು ಮಾದರಿಯ ಸಭೆ ಎಂಬುದಾಗಿ ಹೇಳುವಾಗ ಅವರಲ್ಲಿ ಇದ್ದ ഗുണവിശേഷണಗಳ കുറിച്ചാಗಿ ನಾವು ಗೊತ್ತಾಗಬೇಕು. ഇവിടെ 1-2 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുകയാണ്. പൗലോസും സിൽവാനോസും തിമോഥെയോസും പിതാവായ ദൈവത്തിന് കർത്താവായ യേശുക്രിസ്തുവിലുമുള്ള തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതുന്നത് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. 1 ಮತ್ತು 2ನೇ ವಾಕ್ಯದಲ್ಲಿ ತಂದೆಯಾದ ದೇವರಲ್ಲಿಯೂ ಕರ್ತನಾದ ಯೇಸುಕ್ರಿಸ್ತನಲ್ಲಿಯೂ ಇರುವ ತೆಸಲೋನಿಕದ ಸಭೆಗೆ ಪೌಲ, ಸಿಲ್ವಾನ, ತಿಮೋಥೆ ಎಂಬ ನಾವು ಬರೆಯುವುದೇನೆಂದರೆ ನಿಮಗೆ ಕೃಪೆಯೂ ಶಾಂತಿಯೂ ಆಗಲಿ ಎಂಬುದಾಗಿ ನಾವು ನೋಡುತ್ತೇವೆ. ഒരു സഭ എന്ന് പറഞ്ഞാൽ അതിന് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്ന വാക്ക് എക്ലീഷ്യ എന്നാണ്. ಒಂದು ಸಭಾ ಎಂದರೆ ಅದರ ಆಂಗ್ಲ ಭಾಷೆಯಲ್ಲಿ എക്ലേസിയ ಎಂಬ ಪದವನ್ನು ಉಪಯೋಗಿಸಿದೆ. വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം. അതിന ಅರ್ಥ പ്രത്യേകിಸಲ್ಪಟ್ಟವರ ಒಂದು കൂട്ട ಎಂಬುದಾಗಿದೆ. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന പൗലോസും സിൽവാനോസും തിമോഥെയോസും അവർ വേർതിരിക്കപ്പെട്ടവരും ദൈവസഭയിൽ അംഗങ്ങളുമായിരിക്കുന്നവരാണ്. ഈ പൗലನು, സിൽവാന, തിമോഥെയ ಎಂಬವರು ಅವರು ದೇವರಿಗಾಗಿ ಪ್ರತ್ಯೇಕಿಸಲ್ಪಟ್ಟ ದೇವರ ಸಭೆಯ ಅಂಗಗಳಾಗಿದ್ದೇವೆ. നമുക്കറിയാം, ഒരു സഭ എന്ന് പറയുമ്പോൾ പ്രാദേശിക സഭ എന്ന നിലയിൽ ചിന്തിക്കുമ്പോൾ തെസ്സലോനിക്കയിലുള്ള പ്രാദേശിക സഭ. ಒಂದು ಸಭಾ ಎಂದರೆ ಲೋಕಲ್ ಸಭಾ ಎಂಬ രീതിಯಲ್ಲಿ ನಾವು ನೋಡುವಾದರೆ ಅದು ತೆಸಲೋನಿಕ ಸಭೆ ಎಂಬುದಾಗಿದೆ. നമുക്കറിയാം, രക്ഷിക്കപ്പെട്ട എല്ലാവരുടെയും കൂട്ടം ചേർന്നതാണ് യൂണിവേഴ്സൽ ചർച്ച്. ರಕ್ಷಣೆ ಹೊಂದಿದ ಎಲ್ಲರೂ ಸೇರಿ ಇರುವ ಸಭೆ ಅದು സാർവത്രിക സഭ ಎಂಬುದಾಗಿದೆ. യൂണിവേഴ്സൽ ചർച്ചിൽ ഒരേ ഒരു ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ, അവർ രക്ഷിക്കപ്പെട്ടവരായിരിക്കും. ഈ സാർവത്രിക സഭಯಲ್ಲಿ ಒಂದೇ ಒಂದು ಗುಂಪು ಮಾತ್ರ ಇರುವುದು, ಅದು ರಕ್ಷಣೆ ಹೊಂದಿದವರು ಮಾತ್ರ. വെളിപ്പാട് 20:15 ഇങ്ങനെ വായിക്കുന്നു,
ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ಪ್ರಕಟಣೆಯ ಗ್ರಂಥ 20ನೇ ಅಧ್ಯಾಯ 15ನೇ ವಾಕ್ಯದಲ್ಲಿ ನಾವು ನೋಡುತ್ತೇವೆ, ಜೀವಬಾಧ್ಯರ ಪಟ್ಟಿಗೆಯಲ್ಲಿ ಹೆಸರಿಲ್ಲದೆ ಇರುವವರೆಲ್ಲರನ್ನು ಬೆಂಕಿಯ ಕೆರೆಯಲ್ಲಿ ದೊಬ್ಬಲ್ಪಡುವರು ಎಂಬುದಾಗಿ. യേശു ക്രിസ്തുവിന്റെ അടുക്കൽ ചില ആളുകൾ വന്നിട്ട് ഇങ്ങനെ പറയുകയുണ്ടായി, ಕರ್ತನಾದ ಯೇಸು ಸ್ವಾಮಿ ಹತ್ರ ಕೆಲವರು ಬಂದು ಈ ರೀತಿಯಲ್ಲಿ ಕೇಳಿದೆ, ഞങ്ങൾ അത്ഭുതങ്ങൾ ചെയ്തു, ഭൂതങ്ങളെ പുറത്താക്കി, വലിയ വലിയ വീര്യപ്രവൃത്തികൾ ചെയ്തു. ಕರ್ತನಾದ ಯೇಸು ಸ್ವಾಮಿಯ ಮುಂದೆ ಕೆಲವರು ಈ ರೀತಿಯಲ್ಲಿ ಹೇಳುವವರು, ನಾವು ಅದ್ಭುತ ಕಾರ್ಯಗಳನ್ನು ಮಾಡಿದ, ದೆವ್ವಗಳನ್ನು ಹೊರಗಡೆ ಹಾಕಿದ ಎಂಬುದಾಗಿ. എന്നാൽ കർത്താവ് അവരോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ಕರ್ತನಾದ ಯೇಸು ಸ್ವಾಮಿ ಅವರಿಗೆ ಈ ರೀತಿಯಲ್ಲಿ ಮಾತನಾಡುವ, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, വീര്യപ്രവൃത്തികൾ കൊണ്ടുമല്ല, നിങ്ങളുടെ പേർ സ്വർഗരാജ്യത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിപ്പേൻ. ಕರ್ತನಾದ ಯೇಸು ಸ್ವಾಮಿ ಅವರಿಗೆ ಈ ರೀತಿಯಲ್ಲಿ ತಿಳಿಸಿದೆ, ದೆವ್ವಗಳು ನಿಮ್ಮ ಕೈಯಿಂದ ಬಿಟ್ಟು ಹೋದ ವಿಷಯದಲ್ಲಿ ಅಲ್ಲ, ನಿಮ್ಮ ಹೆಸರನ್ನು ಪರಲೋಕದಲ್ಲಿ ಬರೆದಿದೆ, ಆ ವಿಷಯದಲ್ಲಿ ನೀವು ಸಂತೋಷ ಪಡಬೇಕಾಗಿದೆ ಎಂಬುದಾಗಿ ತಿಳಿಸಿದೆ. നമ്മെ സംബന്ധിച്ച് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് അറിയാമോ? ನಮ್ಮ ಸಂತೋಷ ಏನು? ഞാൻ രക്ഷിക്കപ്പെട്ടു, ನಾನು ರಕ್ಷಣೆ ಹೊಂದಿದೆ. ലോകം തരാത്തൊരു സമാധാനം എന്റെ ജീവിതത്തിൽ ദൈവം തന്നു. ಈ ಲೋಕ ಕೊಡದೇ ಇರುವ ಒಂದು ಸಮಾಧಾನ ದೇವರು ನನ್ನ ಹೃದಯದಲ್ಲಿ ಕೊಟ್ಟನು. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം എന്ന് ദൈവം ചോദിക്കുകയാണ്. ಒಬ್ಬ ಮನುಷ್ಯನು ಸರ್ವ ಲೋಕವು ಸಂಪಾದನೆ ಮಾಡಿದರೂ ಕೂಡ ತನ್ನ ಆತ್ಮವನ್ನು ನಷ್ಟಪಡಿಸಿದರೆ ಅವನು ಪ್ರಯೋಜನ ಏನು ಎಂಬುದಾಗಿ ಈ ವಾಕ್ಯದಲ್ಲಿ ನಾವು ನೋಡುತ್ತೇವೆ. ഒരു സ്ത്രീ ആശുപത്രിയിലേക്ക് കടന്നുപോയി. ಒಬ್ಬ ಹೆಂಗಸು ಹಾಸ್ಪಿಟಲ್ ಅಲ್ಲಿ ಹೋದಳು. ബാഗ് നിറച്ച് പണമുണ്ട്. ಆ ಬ್ಯಾಗಲ್ಲಿ ಫುಲ್ಲು ಹಣ ಇದೆ. ഡോക്ടർ ആ സ്ത്രീയെ പരിശോധിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ಡಾಕ್ಟರು ಆ ಸ್ತ್ರೀಯನ್ನು ಪರಿಶೋಧಿಸಿದ ಮೇಲೆ ಈ ತರ ತಿಳಿಸಿದೆ, Madam, I am sorry to say that you are having cancer disease which is in the last stage. ಮೇಡಮ್, ನನಗೆ ತುಂಬಾ ದುಃಖವಿದೆ ಈ ವಿಷಯ ತಿಳಿಸುವುದಕ್ಕೆ. ನಿಮಗೆ ಕ್ಯಾನ್ಸರ್ ಇದೆ, ಅದು ಕೂಡ ಲಾಸ್ಟ್ ಸ್ಟೇಜ್ ಅಲ್ಲಿ ಇದೆ. ആ സ്ത്രീ വെളിയിലേക്ക് ഇറങ്ങിയിട്ട്, ആശുപത്രിയുടെ വെളിയിലേക്ക് ഇറങ്ങിയിട്ട്, ಈ ಹೆಂಗಸು ಹಾಸ್ಪಿಟಲ್ ನ ಹೊರಗಡೆ ಬಂದು തന്റെ ബാഗ് തുറന്നു. ಹಾಗೆ ಆ ಬ್ಯಾಗ್ ಅನ್ನು ಓಪನ್ ಮಾಡಿ ആ ബാഗിലുള്ള പൈസ എടുത്തൊക്കെ അതിന്റെ കെട്ടുകൾ അടിച്ചിങ്ങനെ ചിതറി. ಆ ಹಣ ಎಲ್ಲ ಥ್ರೋ ಮಾಡಿ, എന്നിട്ട് ആ സ്ത്രീ പറഞ്ഞൊരു വാക്യം, ಈ ಹೆಂಗಸು ಈ ರೀತಿಯಲ್ಲಿ ತಿಳಿಸಿದೆ, പണം വെച്ചിട്ട് എന്ത് കാര്യം? ಈ ಹಣ ಎಲ್ಲ ನಾನು ಇಟ್ಟುಕೊಂಡು ಏನು ಪ್ರಯೋಜನ? കെട്ടുകണക്കിന് പണമുണ്ട്, ಬೇಕಾದಷ್ಟು ಹಣ ನನ್ನ ಕೈಲಿದೆ. എന്റെ ജീവനെ രക്ഷിക്കാൻ കഴിയാത്ത ഈ പണം വെച്ചുകൊണ്ട് എനിക്ക് എന്ത് കാര്യം? ನನ್ನ ಜೀವನ ಉಳಿಸುವುದಕ್ಕಾಗದೇ ಇರುವ ಈ ಹಣ ನಾನು ಯಾಕೆ ಇಟ್ಟುಕೊಳ್ಳಬೇಕು? നിങ്ങൾക്കറിയാം, തമിഴ്നാടിന്റെ വളരെ ആദരണീയയായ ഒരു സ്ത്രീയായിരുന്നു ചീഫ് മിനിസ്റ്റർ ജയലളിത. ನಿಮಗೆಲ್ಲ ಗೊತ್ತಿದೆ, ತಮಿಳುನಾಡಲ್ಲಿ ಪ್ರಸಿದ್ಧರಾದ ಒಬ್ಬ ವನಿತೆ ಜಯಲಲಿತಾ, ಚೀಫ್ ಮಿನಿಸ್ಟರ್ ಆದ ജയലളിത. ആ മാന്യ വനിതയുടെ വീടുകൾ എന്ന് പറയുന്ന വളരെ ആഡംബര വീടുകളാണ്. ഈ ಅವರ ಮನೆ ಅಂದರೆ ആഡംബരವಾದ ಮನೆಗಳಿದ್ದವು. എന്നാൽ അപ്പോളോ ഹോസ്പിറ്റലിന്റെ ഒരു റൂമിൽ ആ മാന്യ വനിത അടയ്ക്കപ്പെട്ടു. ಆದರೆ ಅಪೋಲೋ ಹಾಸ್ಪಿಟಲ್ ಒಂದು ರೂಮಲ್ಲಿ ಈ ಜಯಲಲಿತ ಅವರು ತುಂಬಾ ದಿನಗಳು ಇರಬೇಕಾಗಿ ಬಂತು. നിങ്ങൾക്കറിയാം, ഒടുവിൽ ആ റൂമിലാണ് ജയലളിത മരിച്ചത്. ಆ ರೂಮಲ್ಲಿ ಕೊನೆಯದಾಗಿ ಅವರು മരണം ಹೊಂದಿದರು. കൊട്ടാര സമാനമായ, പാലസ് സമാനമായ വീടുകൾ ഉണ്ടായിട്ടും അരമನೆ ಹಾಗೆ ಇರುವ ಮನೆಗಳಿದ್ದರೂ ಕೂಡ ഒരു ഹോസ്പിറ്റലിന്റെ 4 ചുവരിൽ ഒതുങ്ങേണ്ടി വന്നു ആ ജീവിതം. ಒಂದು ಚಿಕ್ಕ ಹಾಸ್ಪಿಟಲ್, ಒಂದು ಚಿಕ್ಕ ಕೋಣೆಯಲ್ಲಿ ಅವರ ಜೀವನ ಮುಗಿದಿದೆ. നമുക്ക് ദൈവം ഒരു നന്മ തന്നില്ലെങ്കിൽ അത് അനുഭവിക്കാനായിട്ട് കഴിയുകയില്ല. ದೇವರು ನಮಗೆ ಏನಾದರೂ ಕೊಡದೇ ಇದ್ದರೆ ನಮಗದು അനുഭവിಸುವುದಕ್ಕಾಗುವುದೇ ಇಲ್ಲ. ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിന് നിത്യ ജീവൻ നൽകുക എന്നുള്ളതാണ്. ದೇವರು ನಮ್ಮ ಜೀವನದಲ್ಲಿ ಕೊಟ್ಟ ಒಳ್ಳೆಯ ಒಂದು ಕಾರ್ಯ ಅಂದ್ರೆ ನಮ್ಮ ಆತ್ಮವನ್ನು ರಕ್ಷಿಸಿ ಆ ಆತ್ಮಕ್ಕೆ ನಿತ್ಯ ಜೀವವನ್ನು ಕೊಟ್ಟಿದ್ದಾನೆ. രാപകൽ അധ്വാനിക്കുന്നു, ഫുൾ ಕೆಲಸ ಮಾಡ್ತಾ ಇದೆ. അനേക കാര്യങ്ങളെ നാം സേവ് ചെയ്ത് ചേർത്ത് വെക്കുന്നു. ಹಗಲು ರಾತ್ರಿ ಕೆಲಸ ಮಾಡಿ
ತುಂಬಾ ವಿಷಯಗಳು ಸಂಪಾದನೆ ಮಾಡ್ತಾ ಇದೆ. എന്നാൽ പ്രതീക്ഷയ്ക്ക് മുൻപേ ഈ ഭൂമിയെ വിട്ടു പോകുന്ന മനുഷ്യന്റെ മാനസിക അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കുക. ಆದರೆ ಅವರು ಎದುರು ನೋಡದೆ ಇರುವ ಟೈಮಲ್ಲಿ ಈ ಭೂಮಿಯನ್ನು ಬಿಟ್ಟು ಹೋಗುವ ಒಬ್ಬ ಮನುಷ್ಯನ ಸ್ಥಿತಿ ಏನು? സുനാമി നടന്ന സമയത്ത് ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ ഉണ്ടായിരുന്നു. ನಾನು ಸುನಾಮಿಯ ಸಮಯದಲ್ಲಿ ನಾನು ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ ಇದ್ದರು. ലക്ഷങ്ങൾ സമ്പാദിച്ച് വർഷം തോറും തമിഴ്നാട്ടിലേക്ക് വരുന്ന അവർക്ക് അവരുടെ സ്വന്തം ബന്ധുമിത്രാദികൾ വളരെ വരവേൽപ്പ് കൊടുക്കുമായിരുന്നു. ಅವರು ಸಾವಿರಾರು ಹಣ ಸಂಪಾದನೆ ಮಾಡಿ ತಿರುಗಿ ತಮಿಳುನಾಡಲ್ಲಿ ಹೋಗುವಾಗ ಅವರ ಬಂಧು ಜನರೆಲ್ಲ ಅವರನ್ನು ಸ್ವೀಕಾರ ಮಾಡ್ತಾ ಇದ್ದರು. എന്നാൽ സുനാമിയിൽ സകലവും നഷ്ടപ്പെട്ട് ഉടുതുണിയോട് കൂടെ അവർ തങ്ങളുടെ നാട്ടിലേക്ക് വന്നപ്പോൾ അവരാരാണെന്ന് പോലും ചോദിക്കാൻ വിമുഖത കാണിച്ച ചില പ്രിയപ്പെട്ടവരുടെ അനുഭവം ഞാനുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. ಆದರೆ ಸುನಾಮಿ ಆದ ಮೇಲೆ ಅವರ ಹಣವೆಲ್ಲ ಅವರಿಗೆ ಇರುವುದೆಲ್ಲ ನಷ್ಟವಾಗಿ ಒಂದು ಬಟ್ಟೆ ಮಾತ್ರವಾಗಿ ಅವರು ಸ್ವಂತ ಊರಲ್ಲಿ ತಿರುಗಿ ಹೋದಾಗ ಅವರು ಯಾರೆಂಬುದಾಗಿ ಕೂಡ ಕೇಳದೇ ಇದ್ದವರ ಕೆಲ ಅನುಭವಗಳು ಬೆಳೆದರು ಕೇಳಿದೆ. ആ പ്രിയപ്പെട്ടവർ എന്നോട് പറഞ്ഞ ഒരു വാക്ക് ഇങ്ങനെയാണ്. ಅವರು ಈ ರೀತಿಯಲ್ಲಿ ನನ್ನ ಹತ್ರ ತಿಳಿಸಿದೆ, ഇനി തമിഴ്നാട്ടിലേക്ക് പോകുന്നില്ല സാറേ, ഇനി ನಾವು തമിഴ്നാടಲ್ಲಿ ತಿರುಗಿ ಹೋಗುವುದಿಲ್ಲ. 4 പൈസ സമ്പാദിച്ച് ഇവിടെ ഞാൻ അവളുടെ മുൻപിൽ ജീവിച്ചു കാണിക്കും. ನಾನು ಸ್ವಲ್ಪ ಹಣ ಸಂಪಾದನೆ ಮಾಡಿ ಅವರ ಮುಂದೆ ഇല്ലേ നാം ജീവന ಮಾಡಿ ತೋರಿಸುತ್ತೇನೆ. നാം ജീവിക്കുന്ന ഈ കാലഘട്ടം എന്ന് പറയുന്നത് പണത്തിനും പദവിക്കും വിദ്യാഭ്യാസത്തിനും ഒക്കെ മാത്രമേ വിലയുള്ളൂ. ನಾವು ಜೀವನ ಮಾಡ್ತಾ ಇರುವ ಈ ಕಾಲದಲ್ಲಿ ಹಣ, ವಿದ್ಯಾಭ್ಯಾಸ, സ്ഥാനമാനಗಳಿಗೆ ಮಾತ್ರ ಬೆಲೆ ಕೊಡ್ತಾ ಇರುವ ಒಂದು ಕಾಲ. എവിടെ ധനമുണ്ടോ അവിടെയാണ് സ്നേഹമുള്ളത്. എಲ್ಲಿ ಹಣವಿದೆಯೋ ಅಲ್ಲಿ ಪ್ರೀತಿ ಇರುವುದು. എവിടെ മാന്യത ലഭിക്കുമോ അവിടെയാണ് സ്നേഹം ബഹുമാനമുള്ളത്. എಲ್ಲಿ സ്ഥാനമാനಗಳಿದೆಯೋ ಅಲ್ಲಿ ಪ್ರೀತಿ ಇರುವುದು. നീ ഒരു വല്ലാതെ പരിസ്ഥിതിയിലൂടെ കടന്നു പോകുമ്പോൾ എന്താണെന്ന് ചോദിക്കുവാൻ വരെ നിന്നെ കരുതേണ്ടവർ കരുതാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. ಸಮಸ್ಯೆಗಳ ಮಧ್ಯದಲ್ಲಿ ದಾಟಿ ಹೋಗುವಾಗ ನಿಮಗೆ ನಿಮ್ಮ ಪ್ರೋಬ್ಲಮ್ಗಳು ಕೇಳಬೇಕಾಗಿರುವುದು ಕೂಡ ನಿಮ್ಮನ್ನು ಕೇಳದೇ ಇರುವ ಒಂದು ಕಾಲದಲ್ಲಿ ನಾವು ಜೀವಿಸ್ತಾ ಇದ್ದೇವೆ. എന്നാൽ ഇന്ന് രാത്രി ഒരു വാക്കിങ്ങനെ ഓർപ്പിക്കട്ടെ. ಆದ್ರೆ ಇವತ್ತು ಈ ಸಂಜೆ എന്നെ രക്ഷിച്ച കർത്താവായ യേശു ക്രിസ്തു, ನನಗೆ ರಕ್ಷಣೆ ಕೊಟ್ಟ ಕರ್ತನಾದ ಯೇಸು ಸ್ವಾಮಿ, ആ കർത്താവ് ഇങ്ങനെയാണ് പറഞ്ഞത്, ആ കർത്തನು ഈ രീതിಯಲ್ಲಿ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകും. ಎಲೆ ಕಷ್ಟಪಡುವವರೇ ಭಾರವನ್ನು ಹೊತ್ತುವವರೇ ನೀವೆಲ್ಲರೂ ನನ್ನ ಬಳಿಯಲ್ಲಿ ಬನ್ನಿರಿ, ನಾನು ನಿಮಗೆ ವಿಶ್ರಾಂತಿಯನ್ನು ಕೊಡುವೆನು. ഒരു അല്പം ആശ്വാസത്തിനായിട്ട് ആഗ്രഹിക്കുന്നില്ലേ? ಸ್ವಲ್ಪ ಸಮಾಧಾನಕ್ಕಾಗಿ ನಾವೆಲ್ಲ ಬಯಸುವವರಾಗಿದ್ದೇವೆ. എവിടെ കിട്ടും? ಎಲ್ಲಿ ಸಿಗುವುದು? കർത്താവായ യേശു ക്രിസ്തുവിൽ മാത്രമേ ഉള്ളൂ. ಕರ್ತನಾದ ಯೇಸು ಸ್ವಾಮಿಯಲ್ಲಿ ಮಾತ್ರ ನಿಜವಾದ ಸಮಾಧಾನವನ್ನು ನಮಗೆ ದೊರೆಯುವುದು. ഞാൻ ഒരു കാര്യം നിങ്ങളോട് എന്റെ അനുഭവം പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ನಾನು ನನ್ನ ಅನುಭವದಲ್ಲಿ ಒಂದು ವಿಷಯವನ್ನು ನಾನು ಮಾತನಾಡ್ತೇನೆ. ഞാൻ ഒരുവിധം സാമ്പത്തികമായി ഭദ്രതയുള്ള ഒരു കുടുംബത്തിലാണ് ജനിച്ചത്. ನಾನು ಬೆಳೆದು ಬಂದದ್ದು ಹಣದ ವಿಷಯದಲ್ಲಿ ಎಲ್ಲ ಸ್ವಲ್ಪ ಚೆನ್ನಾಗಿರುವ ಒಂದು ಮನೆಯಲ್ಲಿ ಬೆಳೆದು ಬಂದಿದೆ. എന്നാൽ 5 വയസ്സിൽ എന്റെ പിതാവ് ഈ ഭൂമി വിട്ട് മരണപ്പെട്ടു. ಆದರೆ ನನಗೆ 5 ವಯಸ್ಸಿದ್ದಾಗ ನನ್ನ ತಂದೆಯವರು ಈ ಲೋಕವನ್ನು ಬಿಟ್ಟು ಹೋಗಿದೆ. എന്റെ പിതാവിന്റെ സ്നേഹം എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞില്ല. ನನಗೆ ನನ್ನ ತಂದೆಯವರ ಪ್ರೀತಿಯನ್ನು ಸಿಗಲಿಲ್ಲ. ഞാൻ അധികം ആരോട് സംസാരിക്കുന്ന ഒരു പ്രകൃതക്കാരനല്ല. ನಾನು ಜಾಸ್ತಿ ಯಾರ ಹತ್ರಯೂ ಮಾತನಾಡುವುದಿಲ್ಲ. ഞാൻ ടീനേജിലേക്ക് വന്നപ്പോൾ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു അസ്വസ്ഥത എന്നെ ബാധിച്ചു. ನಾನು ನನ್ನ ಟೀನೇಜ್ ವಯಸ್ಸಲ್ಲಿ ಬಂದಾಗ ನನ್ನ ಮನಸ್ಸಲ್ಲಿ ಒಂದು ತೊಂದರೆ. എന്തിന് ജീവിക്കണം? ನಾನು ಯಾಕೆ ಜೀವನ ಮಾಡಬೇಕು? നല്ല പ്രായത്തിൽ പിതാവിന്റെ സ്നേഹം ലഭിച്ചില്ല. ನನಗೆ ಒಂದು ತಂದೆಯ ಪ್ರೀತಿಯನ್ನು ಸಿಗಲಿಲ್ಲ. എന്റെ പിതാവിന്റെ മരണശേഷം ഒരുപാട് കഷ്ടതകളിലൂടെ ഞങ്ങൾ കടന്നു പോകേണ്ടി വന്നു. ನನ್ನ ತಂದೆ ತೀರಿ ಹೋದ ಮೇಲೆ ನಾವು ಸುಮಾರು ಕಷ್ಟ ಸಮಸ್ಯೆಗಳಲ್ಲಿ ದಾಟಿ ಹೋದವು. ഞാൻ എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിച്ചു വരികയായിരുന്നു. ನಾನು ನನ್ನ ಹೃದಯದಲ್ಲಿ ಈ ರೀತಿಯಲ್ಲಿ
ಊಹಿಸಿದೆ. സന്ദർഭം കിട്ടിയാൽ ആത്മഹത്യ ചെയ്യാം. ಅವಕಾಶ ಸಿಕ್ಕಿದರೆ ನನಗೆ ಆತ್ಮಹತ್ಯೆ ಮಾಡಬೇಕು. ഞാൻ എന്റെ ജീവിതത്തിന്റെ ഈ ഉള്ളിലെ സംഘർഷം ഇങ്ങനെ അടക്കി ആരോടും ഷെയർ ചെയ്യാതെ നടന്നൊരു കാലഘട്ടത്തിലാണ് ഇതുപോലൊരു മീറ്റിംഗിൽ ഏകദേശം 7:30 മണിയോട് കൂടെ വന്ന് ഇരുന്നത്. ನಾನು ಈ ರೀತಿಯಲ್ಲಿ ಮನಸ್ಸಲ್ಲಿ ಎಲ್ಲ ಭಾರ ಇದ್ದ ಆ ಸಮಯದಲ್ಲಿ ಈ ಟೈಮ್ ಈ ಒಂದು 7 ಗಂಟೆ 7:30 ಟೈಮಲ್ಲಿ ನಾನು ಈ ತರ ಒಂದು മീറ്റിംഗ് ಅಲ್ಲಿ ಹೋಗಿದೆ. അന്ന് സംസാരിച്ച ദൈവദാസൻ യേശു ക്രിസ്തുവിന്റെ ആഹ്വാനവും കാൽവരി ക്രൂശിലെ മരണത്തെ കുറിച്ചുള്ള വിവരണവും എന്റെ മുൻപാകെ വെളിപ്പെടുത്തി. ಆವತ್ತು ದಿನ ಮಾತನಾಡಿದ ದೇವರ ಸೇವಕರು ಕರ್ತನಾದ ಯೇಸು ಸ್ವಾಮಿ ಕುರಿತಾಗಿಯೂ ಆತನು ಕಲ್ವಾರಿ ಶಿಲುಬೆಯಲ್ಲಿ ಮಾಡಿ ಮುಗಿಸಿದ ವಿಷಯದ ಕುರಿತಾಗಿಯೂ ಮಾತನಾಡಿದಾಗ എല്ലാവരുടെയും സ്നേഹവും കരുതലും എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് ചിന്തിച്ച നിമിഷങ്ങളിൽ യേശു ക്രിസ്തു എന്നെ സ്നേഹിക്കുന്നു, എനിക്ക് വേണ്ടി അവൻ കാൽവറി ക്രൂശിൽ തന്റെ ജീവനെ ദാനം ചെയ്തു, അവൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, എനിക്കായിട്ട് വീണ്ടും വരാൻ പോകുന്നു എന്ന സന്ദേശം എന്റെ കാതുകളിൽ മുടങ്ങിയപ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ കർത്താവേ, ഇതുവരെയും ലഭിക്കാത്ത സ്നേഹം തരാൻ കഴിയുന്ന ഒരു കർത്താവ് ഉണ്ടെങ്കിൽ വരുന്നു ഞാൻ അങ്ങയുടെ പാദത്തിൽ, എന്നെ സ്വീകരിക്കണമേ എന്ന് പറഞ്ഞ് ആ കർത്താവിനെ പ്രാർത്ഥനയാൽ എന്റെ ഹൃദയത്തിൽ സ്വീകരിച്ചു. ಯಾರು ನನ್ನನ್ನು ಪ್ರೀತಿ ಮಾಡದೇ ಇರುವ ಆ ದಿವಸಗಳಲ್ಲಿ ಕರ್ತನಾದ ಯೇಸು ಸ್ವಾಮಿಯ ಪ್ರೀತಿ ಅದನ್ನು ನನಗಾಗಿ ನನ್ನ ಮೇಲೆ ಪ್ರೀತಿಯನ್ನು ಕಲ್ವಾರಿ ಶಿಲುಬೆಯಲ್ಲಿ ಪ್ರಾಣ ಕೊಟ್ಟ ವಿಷಯವನ್ನು ನಾನು ಕೇಳಿದಾಗ ಕರ್ತನೇ ನನಗೆ ಈ ಪ್ರೀತಿ ಬೇಕು ಎಂಬುದಾಗಿ ನಾನು ಒಪ್ಪಿಕೊಂಡು ಕರ್ತನಾದ ಯೇಸು ಸ್ವಾಮಿಯ ಪಾದಪೀಠದಲ್ಲಿ ಬಂದನು. നിങ്ങൾക്കറിയാമോ, 1979 ഒക്ടോബർ മാസം 14-ാം തീയതി എന്റെ കർത്താവിന്റെ ഹൃദയത്തിൽ വന്നു. അന്ന് ഞാൻ രക്ഷിക്കപ്പെട്ടു. അന്ന് മുതൽ ഈ വയസ്സുവരെയും എന്റെ ദൈവത്തിന്റെ പരിപാലനവും ആ ദൈവത്തിന്റെ അനുഗ്രഹവും ആ ദൈവത്തിന്റെ സമാധാനവും ഞാൻ അനുഭവിച്ചു വരികയാണ്. 1979 ഒക്ടോബർ 14ನೇ ದಿನ ನಾನು ಕರ್ತನಾದ ಯೇಸು ಸ್ವಾಮಿಯನ್ನು ನಂಬಿದೆ. ಆವತ್ತು ದಿನದಿಂದ ಈ ದಿನವರೆಗೂ ഈ കർത്തനನ್ನು ನನ್ನ ನಡೆಸುತ್ತಾ ಇದೆ, ಪರಿಪಾಲಿಸ್ತಾ ಇದೆ. ഇന്ന് ഈ മീറ്റിംഗിൽ കടന്നു വന്നിരിക്കുന്ന ആർക്കെങ്കിലും ഈ സന്തോഷം ലഭിക്കാതെയാണ് വന്നിരിക്കുന്നെങ്കിൽ, ഈ മീറ്റിംഗിൽ ಸೇರಿ ಬಂದಿರುವ ಯಾರಾದರೂ ഈ സന്തോഷ സമാധാന ನಿಮಗೆ ಇಲ್ಲದೇ ಇದ್ದರೆ ദൈവം നിങ്ങളെ വിളിക്കുകയാണ്. ದೇವರು ನಿಮ್ಮನ್ನು ಕರೆಯುತ್ತಾ ಇದೆ. നിനക്കായി ഞാൻ കാൽവരി ക്രൂശിൽ മരിച്ചു, ನಿಮಗಾಗಿ ನಾನು ಕಲ್ವಾರಿ ಶಿಲುಬೆಯಲ್ಲಿ ನನ್ನ ಪ್ರಾಣವನ್ನು ಕೊಟ್ಟಿದೆ, നിനക്കായി ഞാൻ അടക്കപ്പെട്ടു, ನಿನಗಾಗಿ ನಾನು ಹೂಡಲ್ಪಟ್ಟಿದ್ದೆ, നിനക്കായി ഞാൻ ഉയർത്തെഴുന്നേറ്റു, ನಿನಗಾಗಿ ನಾನು ಮೃತ್ಯುಂಜಯನಾಗಿ ಎದ್ದು ಬಂದೆ, നിനക്കായി ഞാൻ വീണ്ടും വരാൻ പോകുന്നു, ನಿನಗಾಗಿ ನಾನು ಹಿಂದಿರುಗಿ ಬರಲಿಕ್ಕಿದೆ. പ്രിയ മകനെ, മകളെ, ഇന്ന് രാത്രി എനിക്ക് നിന്റെ ഹൃദയത്തിൽ ഇടം തരുമോ? ಪ್ರಿಯ ಮಗನೇ, ಮಗಳೇ, ಇವತ್ತು രാത്രി ನಿಮ್ಮ ಹೃದಯ ಬಾಗಿಲು ನನಗಾಗಿ ತೆರೆಯುತ್ತೀರಾ? നിങ്ങൾക്കറിയാമോ, യോഹന്നാൻ 1-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ಯೋಹಾನ ಬರೆದ ಸುವಾರ್ತೆ 1-ನೇ ವಾಕ್ಯದಲ್ಲಿ ನಾವು ಈ ರೀತಿಯಲ್ಲಿ ನೋಡ್ತೇವೆ, ಯಾರ್ಯಾರು ಆತನನ್ನು ಅಂಗೀಕರಿಸಿದರು, ಅಂದರೆ ಆತನ ಹೆಸರನ್ನು ನಂಬಿಕೆ ಇದ್ರು ಅವರಿಗೆ ದೇವರ ಮಕ್ಕಳಾಗುವ ಅಧಿಕಾರವನ್ನು ಕೊಟ್ಟರು. റോമാലേഖനം 10-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, ರೋಮಾಪುರದವರಿಗೆ ಬರೆದ ಪತ್ರಿಕೆ 10ನೇ ಅಧ್ಯಾಯ 9ನೇ ವಾಕ್ಯ ನಾವು ಈ ರೀತಿಯಲ್ಲಿ ಓದುತ್ತೇವೆ, യേശുവിനെ കർത്താവെന്ന് അതിന്റെ വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവമന് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ಯೇಸುವನ್ನೇ ಕರ್ತನೆಂದು ಬಾಯಿಯಿಂದ ಅರಿಕೆ ಮಾಡಿಕೊಂಡು ದೇವರು ಆತನನ್ನು ಸತ್ತವರೊಳಗಿಂದ ಎಬ್ಬಿಸಿದನೆಂದು ಹೃದಯದಲ್ಲಿ ನಂಬಿದರೆ ನಿನಗೆ ರಕ್ಷಣೆಯಾಗುವುದು ಎಂಬುದಾಗಿ ನಾವು ನೋಡುತ್ತೇವೆ. ലോകത്തിലുള്ള അനേക സമ്പ്രദായങ്ങളെ നാം നോക്കുമ്പോൾ, ನಾವು ಈ ಲೋಕದಲ್ಲಿ ಇರುವ ಅನೇಕ ಸಂಸ್ಕೃತಿಗಳನ್ನು ನೋಡುವಾಗ ഇത് ചെയ്യ, അത് ചെയ്യ, അവിടെ പോ, ഇവിടെ പോ, ആ കാര്യങ്ങൾക്ക് നീ ചെലവഴിക്ക എന്ന് പറയുന്നതൊഴികെ, ನೀವು ಅಲ್ಲಿ ಹೋಗಬೇಕು, ಇಲ್ಲಿ ಹೋಗಬೇಕು, ನೀವು ಈ ರೀತಿಯಲ್ಲಿ ಹಣ ಖರ್ಚು ಮಾಡಬೇಕು ಎಂಬುದಾಗಿ ಹೇಳುವಾಗ, എന്നാൽ വരുവിൻ നിത്യ സമാധാനത്തെ പ്രാപിക്കാൻ പറയുന്ന ഏക മാർഗം അത് ക്രിസ്തു യേശുവിന്റെ മാർഗമാണ്. ನೀವು ಬಂದಿರಿ ನಿಜವಾದ ಸಮಾಧಾನವನ್ನು ಕೊಡುವುದು ಎಂಬುದಾಗಿ ಹೇಳುವ ಒಂದೇ ಒಂದು ಮಾರ್ಗ, ಅದು ಕರ್ತನಾದ ಯೇಸು ಸ್ವಾಮಿಯ ಮಾರ್ಗ ಅಷ್ಟೇ. ഇന്ന് രാത്രി ആ സുവിശേഷം നിങ്ങളോട് പങ്കുവെച്ച് മുൻപോട്ട് പോവുകയാണ്. ಇವತ್ತು ಸಂಜೆ ಈ ಸುವಾರ್ತೆಯನ್ನು ನಾನು ಇಲ್ಲಿ ತಿಳಿಸಿ ಮುಂದೆ ಹೋಗ್ತಾ ಇದ್ದೀನಿ. തെസ്സലോനിക്ക വിശ്വാസികൾ അവർ ബെരോവയിലുള്ള വിശ്വാസികളോട് പറയുമ്പോൾ ബെരോവ വിശ്വാസികൾ ഉത്തമന്മാരായിരുന്നു. തെസ്സലോനിക്ക വിശ്വാസികളും ആത്മീക സമ്പന്നതയിൽ ജീവിച്ചവരായിരുന്നു. തെസ്സലോനിക്ക
ತೆಸಲೋನಿಕದವರು ಬೆರೋವೆಯವರು ತೆಸಲೋನಿಕದವರಿಗಿಂತ ಉತ್ತಮರು ಎಂಬುದಾಗಿ ಹೇಳಿದರು ಕೂಡ ತೆಸಲೋನಿಕದವರು ಕೂಡ ಆತ್ಮೀಯವಾಗಿ ഉന്നത രീതിയിൽ ಬಂದವರೇ. അവരെ ആത്മീയമായിട്ട് ഉന്നതരാകാൻ ഒരു കാരണം 2 തിമോഥെയോസ് 3:16 ഒന്ന് വായിക്കാം. ഇവർ ആത്മീയ സമൃദ്ധിയിൽ ബರುವುದಕ್ಕೆ ಒಂದು ಕಾರಣ 2 തിമോഥೆಯವರಿಗೆ ಬರೆದ ಪತ್ರಿಕೆ 3ನೇ ಅಧ್ಯಾಯ 16ನೇ ವಾಕ್ಯ ನಾವು എല്ലാ തിരുവഴുത്തും ദൈവസ്വാസ്യമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലുള്ള അഭ്യാസത്തിനും പ്രയോജനമുള്ളത് ആകുന്നു. 2 തിമോഥെയോസ് 3:16. ದೇವಪ್ರೇರಿತವಾದ ಪ್ರತಿಯೊಂದು ಶಾಸ್ತ್ರವು ಉಪದೇಶಕ್ಕೂ ಖಂಡನೆಗೂ ತಿದ್ದುಪಾಟಿಗೂ ನೀತಿ ಶಿಕ್ಷೆಗೂ ಉಪಯುಕ್ತವಾಗಿದೆ. അവിടെ ഒരു വാക്ക് ഇങ്ങനെയുണ്ട്, ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന്. ಇಲ್ಲಿ 17ನೇ ವಾಕ್ಯದಲ್ಲಿ ದೇವರ ಮನುಷ್ಯನು ಪ್ರವೀಣನಾಗಿ സകല സൽക്കാര്യಕ್ಕೆ സന്നദ്ധനാകുവನು ಎಂಬುದಾಗಿ. നമുക്കറിയാം, ഇന്ത്യയിലുള്ള ക്രൈസ്തവ ജനത സത്കർമ്മങ്ങളിൽ മുഴുകിയിരിക്കുന്നവരാണ്. നമുക്ക് ಗೊತ್ತಿದೆ, ಈ ಇಂಡಿಯಾ ದೇಶದಲ್ಲಿ ಇರುವ ಜನರು സൽക്കാര്യങ്ങളെല്ലാം ಮಾಡುವವರേ. നിങ്ങൾക്കറിയാമല്ലോ, ചില വർഷങ്ങൾക്ക് മുൻപ് ഗ്രഹാം സ്റ്റെയിൻസ് എന്ന ഒരു മിഷണറിയെ ഒറീസയിൽ ചുട്ടുകൊന്നു. ಕೆಲ ವರ್ಷಗಳ ಹಿಂದೆ ಗ್ರಹಾಂ ಸ್ಟೇನ್ ಎಂಬುದಾಗಿರುವ ಒಬ್ಬ ಮಿಷನರಿಯನ್ನು ಒರಿಸ್ಸಾ ದೇಶದಲ್ಲಿ ಅವರನ್ನು ಸುಟ್ಟು ಕೊಂದಿದೆ. താൻ ചെയ്ത തെറ്റെന്താണ്? ആ മനുഷ്യನು ಮಾಡಿದ ತಪ್ಪೇನು? ഓസ്ട്രേലിയയിലെ സമ്പന്ന തെരുവിൽ ജീവിച്ച ഗ്രഹാം സ്റ്റെയിൻസ് ഇന്ത്യയിൽ വന്നപ്പോൾ കണ്ടത് കൈകൾ അഴുകി പഴുത്ത വ്രണം പിടിച്ച് കാലുകളുടെ വിരലുകൾ അറ്റുപോയി വീട്ടിൽ നിന്ന് തുരത്തിയ കുഷ്ഠരോഗികളെ തന്റെ കണ്ണിന്റെ മുൻപിൽ കണ്ടപ്പോൾ കുഷ്ഠരോഗികൾക്ക് വേണ്ടി തന്റെ ജീവിതം അർപ്പിച്ച് ഇന്ത്യയുടെ തെരുക്കളിൽ കടന്നു വന്ന് അവരുടെ കാലുകളെ കഴുകി അവർക്ക് മരുന്ന് വെച്ചു കൊടുത്തു, അവർക്ക് ഷെൽട്ടർ കൊടുത്തു, അവരെ ശുശ്രൂഷിച്ചു. എന്തുകൊണ്ട്? ക്രിസ്തുവിന്റെ സ്നേഹം സൽക്കർമ്മങ്ങളുടെ പാതയായിരുന്നു. ഓസ്ട്രേലിയ ദേശದಲ್ಲಿ ಸಂಪನ್ನರ ಮಧ್ಯದಲ್ಲಿ ಜೀವನ ಮಾಡ್ತಾ ಇದ್ದ ಈ ಗ್ರಹಾಂ ಸ್ಟೇನ್ಸ್ ಇಂಡಿಯಾದಲ್ಲಿ ಬಂದಾಗ ಕುಷ್ಠರೋಗಿಗಳು ಅವರ ಕಷ್ಟಗಳು ನೋವುಗಳನ್ನು ನೋಡಿದಾಗ ಅವರನ್ನು ಪ್ರೀತಿ ಮಾಡಿ ಅವರನ್ನು ಆರೈಕೆ ಮಾಡಿ ಬೇಕಾಗಿರೋದೆಲ್ಲ ಮಾಡುವುದನ್ನು ಬಿಟ್ಟರೆ ಮತ್ತೇನು ಅವರು ಮಾಡಿದೆ? നമ്മുടെ ജീവിതത്തിൽ നാം വക പ്രാപിച്ച് ദൈവ മനുഷ്യനായിട്ട് മാറണം. ನಮ್ಮ ಜೀವನದಲ್ಲಿ ದೇವರ ಮನುಷ್ಯನಾಗಿ ನಾವು ರೂಪಾಂತರ ಹೊಂದಬೇಕಾಗಿದೆ. അതിൽ 4 കാര്യങ്ങൾ പറയുകയാണ്. ಅದಕ್ಕೆ ಅಗತ್ಯವಾದ 4 ವಿಷಯಗಳು ಇಲ್ಲಿ ನಾವು ನೋಡುತ್ತೇವೆ. ഒന്ന്, ഉപദേശം, ഡോക്ട്രിൻ. ദൈവ ഉപദേശ. ഉപദേശം എന്ന് പറഞ്ഞാൽ ടു നോ വാട്ട് ഈസ് റൈറ്റ്. ഉപദേശ ಎಂಬುದಾಗಿ ಹೇಳಿದರೆ ಸತ್ಯವೆಂದರೆ ಏನು, ಯಾವುದು ಸರಿ. രണ്ടാമത്തെ കാര്യം റിപ്രൂഫ്. ಎರಡನೇದು ಖಂಡನೆ, ശാസന. ടു നോ വാട്ട് ഈസ് നോട്ട് റൈറ്റ്. ತಪ್ಪಾಗಿರುವುದು ಏನು ಎಂಬುದಾಗಿ ತಿಳಿಯುವುದೇ ಖಂಡನೆ ಎಂಬುದಾಗಿ ಹೇಳಿದೆ. മൂന്നാമത്തെ കാര്യം കറക്ഷൻ. ಮೂರನೇದು ತಿದ್ದುಪಾಡು, ഗുണീകരണം. ടു നോ ഹൗ ಟು ಗೆಟ್ ದ ರೈಟ್. ನಾನು ಹೇಗೆ ಸರಿಪಡಿಸುವುದು ಎಂಬುದಾಗಿ ಕಲಿಯುವುದೇ ತಿದ್ದುಪಾಡು. ഒടുവിലെ നീതിയിലെ അഭ്യാസം, നീതി ശിക്ഷೆ. ടു നോ ഹൗ ടു കീപ് ദ റൈറ്റ്. എങ്ങനെയാണ് ശരിയായത് ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകുന്നു. ನಾನು ಸರಿಯಾದ ರೀತಿಯಲ್ಲಿ ಹೇಗೆ ಹೋಗಬೇಕು? ಓಕೆ. ಡಾಕ್ಟ್ರಿನ್ ಟು ನೋ ಹೌ ಟು ನೋ ವಾಟ್ ಈಸ್ ರೈಟ್. ಉಪದೇಶ ಎಂದರೆ ಸರಿ ಎಂದರೆ ಏನು. ರಿಪ್ರೂಫ್ ಟು ನೋ ವಾಟ್ ಈಸ್ ನಾಟ್ ರೈಟ್. ಸರಿ ಅಲ್ಲ. ಖಂಡನೆ ಎಂದರೆ ಸರಿ ಅಲ್ಲದೆ ಇರುವುದು ಏನು. ಕರೆಕ್ಷನ್ ಈಸ್ ಟು ನೋ ಹೌ ಟು ಗೆಟ್ ದ ರೈಟ್. ತಿದ್ದುಪಾಡು ಅಂದರೆ ಇದು ಸರಿ ಮಾಡುವುದು ಹೇಗೆ ಎಂಬುದಾಗಿ ಕಲಿಯುವುದೇ ತಿದ್ದುಪಾಡು. ಇನ್ಸ್ಟ್ರಕ್ಷನ್ ಇನ್ ರೈಟಸ್ನೆಸ್ ಶೋಸ್ ಟು ನೋ ಹೌ ಟು ಕೀಪ್ ದ ರೈಟ್. ನೀತಿ ಶಿಕ್ಷೆ ಎಂಬುದಾಗಿ ಹೇಳಿದರೆ ಈ ಸರಿಯಾದುದು ಹೇಗೆ ಸರಿ ಮಾಡಿಕೊಂಡು ಹೋಗುವುದು. ശരിയും തെറ്റും, ತಪ್ಪು ಸರಿ, ശരി നടത്താൻ കഴിയുന്ന വഴികൾ, ശരിയാದ ದಾರಿಯಲ್ಲಿ ನಡೆಯಬೇಕಾಗಿರುವ ದಾರಿಗಳು, ശരി നടത്തുവാൻ കഴിയുന്ന വിധങ്ങൾ,
ಹೇಗೆ ಸರಿಯಾದ ರೀತಿಯಲ್ಲಿ ನಾನು ನಡೆಯಬೇಕು ಅದು ಹೇಗೆ ಮಾಡಬಹುದು ഇത് അറിയണമെങ്കിൽ എന്ത് കയ്യിൽ വേണം? ಇದು ತಿಳ್ಕೊಳ್ಳಬೇಕಾದ್ರೆ ನಮ್ಮ ಕೈಯಲ್ಲಿ ಏನು ಬೇಕಾಗಿದೆ? ദൈവവചനം. ದೇವರ ವಾಕ್ಯ ಬೇಕಾಗಿದೆ. ദൈവവചനം ഇല്ലാത്ത ഒരു സഭ ശരിയായ സഭയല്ല. ದೇವರ ವಾಕ್ಯಕ್ಕೆ ಬೆಲೆ ಕೊಡದೇ ಇರುವ ಒಂದು ಸಭೆ ಸರಿಯಾದ ಸಭೆ ಅಲ್ಲ. ನಮ್ಮ brethren assemblies are always focusing on the word of God. ಸಹೋದರ ಸಭೆಗಳು ಯಾವಾಗಲೂ ದೇವರ ವಾಕ್ಯಕ್ಕೆ ಮೌಲ್ಯತೆಯನ್ನು ಕೊಡುವಂತ ಸಭೆಗಳಾಗಿವೆ. ಉங்களுடைய ಫೀಲಿಂಗ್ ಎಲ್ಲ ಇಂಗೆ ಎಸ್ಟಾಬ್ಲಿಷ್ ಆಗಲ್ಲ. ನಮ್ಮ ಅನುಭವಗಳು ಇಲ್ಲಿ ನಡೆಯುವುದಿಲ್ಲ. your imaginations won't be exercised in this assembly. ನಿಮ್ಮ ಚಿಂತನೆಗಳು ಇಲ್ಲಿ ನಡೆಯುವುದಿಲ್ಲ. If everything can be exercised and approved in this assembly, when it is compromised with the word of God, ಏನು ಬೇಕಾದರೂ ನಡೆಯುವುದಕ್ಕೆ ನಾವು ಒಂದು ಸಭೆಯನ್ನು ಬಿಟ್ಟುಕೊಟ್ರೆ ಅದರ ಅರ್ಥ ಆ ಸಭೆ ಹೊಂದಾಣಿಕೆ ಮಾಡುತ್ತಾ ಇದೆ ಎಂಬುದಾಗಿ. എന്തുകൊണ്ടാണെന്നറിയാമോ? ദൈവത്തിന്റെ മനുഷ്യൻ വക പ്രാപിച്ച് തികഞ്ഞവനാകുവാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. ഈ സത്യവചനം ജീവിതത്തിൽ പാലിക്കേണ്ടിയിരിക്കുന്നു. ದೇವರ ಮನುಷ್ಯನು ಪ್ರವೀಣನಾಗಿ ಸಕಲ ಸರ್ಕಾರಿಗಾಗಿ ಸನ್ನದ್ಧನಾಗಬೇಕಾದರೆ ಒಂದೇ ಒಂದು ಮಾರ್ಗ ಇರುವುದು ಈ ವಾಕ್ಯಕ್ಕೆ ಬೆಲೆ ಕೊಟ್ಟು ವಿಧೇಯರಾಗಿ ನಡೆಯಬೇಕು. നാം തെസ്സലോനിക്ക ലേഖനത്തിൽ വീണ്ടും വരുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു. ನಾವು ತೆಸಲೋನಿಕದವರಿಗೆ ಬರೆದ ಪತ್ರಿಕೆಯಲ್ಲಿ ಮತ್ತೆ ಬರುವಾಗ ಈ ರೀತಿಯಲ್ಲಿ ನೋಡ್ತೇವೆ. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. ഫസ്റ്റ് തെസ്സലോനിക്ക 1:6. ನೀವು ಬಹು ಕಷ್ಟಗಳನ್ನು ಅನುಭವಿಸಬೇಕಾಗಿ ಬಂದರೂ ಕೂಡ ನೀವು ಪವಿತ್ರಾತ್ಮನಿಂದಾದ ಆನಂದದೊಡನೆ ದೇವರ ವಾಕ್ಯವನ್ನು ಅಂಗೀಕರಿಸಿ ನಮ್ಮನ್ನು ಕರ್ತನಾದ ಯೇಸುವನ್ನು അനുസരിച്ചുവരാಗಿದ್ದೀರಿ. ദൈവവചനം അനുസരിച്ചു, ദൈവദാസന്മാരെ അനുകരിച്ചു. ಅವರು ದೇವರ ವಾಕ್ಯವನ್ನು ಅಂಗೀಕರಿಸಿದರು, ಅವರು ದೇವರ ಸೇವಕರನ್ನು അനുസരിಸುವವರಾಗಿದ್ದರು. എന്ന് പറഞ്ഞാൽ ദൈവവചനം പറയാത്ത ഒരു ദൈവദാസനെ അനുകരിക്കേണ്ട ആവശ്യമില്ല. ದೇವರ ವಾಕ್ಯವನ್ನು ಮಾತನಾಡದೇ ಇರುವ ಯಾವ ದೇವರ ಸೇವಕರನ್ನು ನಾವು ಅನುಸರಿಸಬೇಕಾಗಿಲ್ಲ. ഈ വചനത്തിലൂടെ നിങ്ങളെ നടത്തുന്നവരെ ഇരട്ടി മാനത്തിനായിട്ട് യോഗ്യരായി കാണണം. ಈ ವಾಕ್ಯದ ಆಧಾರದಲ್ಲಿ ನಿಮ್ಮನ್ನು ನಡೆಸುವವರನ್ನು ಡಬಲ್ ಬಹುಮಾನವನ್ನು ಕೊಡಬೇಕು. ഓക്കേ, ദൈവവചനം നിങ്ങളെ പഠിപ്പിക്കുന്നത് അജീഷ് ബ്രദർ ആണെങ്കിൽ മറ്റാരേക്കാളും ഇരട്ടി മാനത്തിന് ദൈവദാസൻ യോഗ്യനാണ്. ದೇವರ ವಾಕ್ಯವನ್ನು ಅಜೀಶ್ ಬ್ರದರ್ ಹೇಳಿಕೊಟ್ರೆ ಅವರು ಮಾನಕ್ಕೆ ಯೋಗ್ಯನಾಗಿದ್ದಾನೆ. ദൈവവചനത്തിന്റെ പ്രമാണപ്രകാരം ഇങ്ങനെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ದೇವರ ವಾಕ್ಯದ ಆಧಾರದಲ್ಲಿ ಈ ರೀತಿಯಲ್ಲಿ നമുക്ക് ಅರ್ಥ ಮಾಡಬಹುದು. ഇവിടെ 3 കാര്യങ്ങള് ഈ ജനത്തെ കുറിച്ച് പെട്ടെന്ന് പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുകയാണ്. 3 ವಿಷಯಗಳು ಈ ತೆಸಲೋನಿಕದ ಸಭೆಯ ಅಲ್ಲಿ ಇರುವವರ ಕುರಿತಾಗಿ ನಾನು ಮಾತನಾಡ್ತೇನೆ. അവര് മാതൃകയുള്ളവരായിരുന്നു. ಅವರು ಮಾದರಿ ಇರುವವರಾಗಿದ್ದರು. an exemplary people. ಅವರು പ്രത്യേകವಾಗಿದ್ದವರು. അതിന്റെ 1-ാം വാക്യം 8-ാം വാക്യത്തിൽ ഇങ്ങനെ കണ്ടു an enthusiastic people. ಅವರು ಉತ್ಸಾಹ ಇರುವವರಾಗಿದ್ದರು. 3-ാമത്തെ കാര്യം an expectant people. ಅವರು ನಿರೀಕ್ಷೆ ಇರುವವರಾಗಿದ್ದರು. An expectant people. 9-10 we can see an expectant people. 9-10 ವಾಕ್ಯಗಳಲ್ಲಿ ನಾವು ನೋಡುವುದು ಅವರು നിരീക്ഷಯಿಂದ കാത്തുകൊണ്ടവരും എന്നതായി. ഞാൻ മറ്റൊരു കാര്യം നിങ്ങളുടെ മുൻപാകെ വെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാനൊരു വിഷയം നിങ്ങൾ മുൻപേ മാതനാടുത്തേನೆ. ഒരുപാട് കാര്യങ്ങൾ ദൈവവചനത്തിൽ പ്രമാണമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നിലനിൽക്കുന്ന 3 കാര്യങ്ങളെ കുറിച്ച് വേദപുസ്തകത്തിലുണ്ട്. ಸುಮಾರು ವಿಷಯಗಳು ದೇವರ ವಾಕ್ಯದಲ್ಲಿ ನಾವು ನೋಡುತ್ತೇವೆ, ಆದರೆ ನಿರಂತರವಾಗಿರುವ 3 ವಿಷಯಗಳ ಕುರಿತಾಗಿ ಕೂಡ ನಾವು ನೋಡುತ್ತೇವೆ. രാവിലെ ഞാൻ പരാമർശിച്ചിരുന്നു, ഓർക്കുവാൻ കഴിയുമോ? ನಾನು ಮುಂಜಾನೆ ಒಂದು ಸಾರಿ ತಿಳಿಸಿದೆ, ಯಾರಿಗಾದರೂ ನೆನಪಿದೆಯಾ? faith, hope and love. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. 1 Corinthians 13:13. ಪ್ರೀತಿ, ನಂಬಿಕೆ, ನಿರೀಕ್ಷೆ. ಮೊದಲನೇ ಕೊರಿಂಥೀಯರಿಗೆ ಬರೆದ ಪತ್ರಿಕೆ 13ನೇ ಅಧ್ಯಾಯ 2ನೇ ವಾಕ್ಯ. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, ಅಪೊಸ್ತಲನಾದ ಪೌಲನು ಕೊರಿಂಥದವರಿಗೆ
ತನ್ನ ಪತ್ರಿಕೆಯನ್ನು ಬರೆಯುವಾಗ ಈ ರೀತಿಯಲ್ಲಿ ತಿಳಿಸುತ್ತಾ ಇದೆ. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. ಹೀಗಿರುವುದರಿಂದ ನಂಬಿಕೆ, ನಿರೀಕ್ಷೆ, ಪ್ರೀತಿ ಈ ಮೂರು ನಿಲ್ಲುತ್ತದೆ. ಇವುಗಳಲ್ಲಿ ದೊಡ್ಡದು ಪ್ರೀತಿಯೇ. ഒരു ദൈവസഭ മാതൃകയുള്ളതായി മുൻപോട്ട് പോകണമെങ്കിൽ നിലനിൽക്കുന്ന മൂന്ന് കാര്യങ്ങൾ ആ ദൈവസഭയിൽ ഉണ്ടായിരിക്കണം. ಒಂದು ದೇವರ ಸಭಾ ಮಾದರಿಯಾಗಿ ಮುಂದೆ ಹೋಗಬೇಕಾಗಿದ್ದರೆ ನಿಲನಿಲ್ಲುವ ಮೂರು ವಿಷಯಗಳು ಆ ಸಭೆಯಲ್ಲಿ ಇರಬೇಕಾಗಿದೆ. നിങ്ങളുടെ വിശ്വാസം ശരിയായിരിക്കണം, ನಿಮ್ಮ ನಂಬಿಕೆಯು ಸರಿಯಾಗಿರಬೇಕು, നിങ്ങളുടെ പ്രത്യാശ ശരിയായിരിക്കണം, ನಿಮ್ಮ ನಿರೀಕ್ಷೆಯು ಸರಿಯಾಗಿರಬೇಕು, നിങ്ങളുടെ സ്നേഹം ശരിയായിരിക്കണം. ನಿಮ್ಮ ಪ್ರೀತಿ ಸರಿಯಾಗಿರಬೇಕು. പത്രോസ് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ രണ്ട് പത്രോസിൽ ഇങ്ങനെ വായിക്കുന്നു. ಅಪೊಸ್ತಲನಾದ ಪೇತ್ರನು ಈ ವಿಷಯವನ್ನು ಮಾತನಾಡ್ತಾ ಇರುವಾಗ ಈ ರೀತಿಯಲ್ಲಿ ನಾವು ನೋಡುತ್ತೇವೆ. അതിന്റെ 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം മുതൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. 1ನೇ ಅಧ್ಯಾಯ 4ನೇ ವಾಕ್ಯದಲ್ಲಿ ನಾವು ನೋಡುತ್ತೇವೆ. ആകയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടയാകുന്നു. അത് നിമിത്തം, ശ്രദ്ധിക്കുക, അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ. ಇಲ್ಲಿ 7ನೇ ವಾಕ್ಯದಲ್ಲಿ ಪೇತ್ರನ ಒಂದೊಂದು ವಿಷಯಗಳು ಹೇಳ್ತಾ ಇರುವಾಗ ಫೈನಲ್ ಆಗಿ ಸಹೋದರ ಸ್ನೇಹವನ್ನು ನೀವು ಸೇರಿಸಬೇಕು, ಸಹೋದರ ಸ್ನೇಹಕ್ಕೆ പ്രീതിಯನ್ನು ಕೂಡಿಸಿರಿ ಎಂಬುದಾಗಿ ನಾವು ನೋಡ್ತೇವೆ. ഇവിടെ നിങ്ങൾ ആ ലിസ്റ്റ് ഒന്ന് നോക്കുക. 8 കാര്യങ്ങൾ പറയുകയാണ്. 8 ವಿಷಯಗಳು ನಾವಿಲ್ಲಿ ನೋಡ್ತೇವೆ. വിശ്വാസത്തോടെ വീര്യം, ನಂಬಿಕೆಯನ್ನು ಸದ್ಗುಣ, ನಂಬಿಕೆಗೆ ಸದ್ಗುಣವನ್ನು ಸೇರಿಸಬೇಕು, വീര്യത്തോടെ പരിജ്ഞാനം, ಸದ್ಗುಣಕ್ಕೆ ಜ್ಞಾನವನ್ನು ನಾವು ಸೇರಿಸಬೇಕು, പരിജ്ഞാനത്തോടെ ಇಂದ್ರಿಯ ಜയം, ಜ್ಞಾನಕ್ಕೆ ನಾವು ದೆಮೆಯನ್ನು ಸೇರಿಸಬೇಕು, ಇಂದ್ರಿಯ ಜಯത്തോടെ ಸ್ಥಿರത, ದೆಮೆಗೆ ತಾಳ್ಮೆಯನ್ನು ಸೇರಿಸಬೇಕು, ಸ್ಥಿರതയോടെ ಭಕ್ತಿ, ತಾಳ್ಮೆಗೆ ಭಕ್ತಿಯನ್ನು ಸೇರಿಸಬೇಕು, ಭಕ್ತಿയോടെ സഹോദര പ്രീതി, ಭಕ್ತಿಗೆ ಸಹೋದರ ಸ್ನೇಹವನ್ನು, സഹോദര പ്രീതിയോടെ സ്നേഹം, സഹോദര സ്നേഹಕ್ಕೆ ಪ್ರೀತಿ. പൗലോസ് പറഞ്ഞ 3 കാര്യം ഇങ്ങനെ ചിന്തിക്കുക. ಅಪೊಸ್ತಲನಾದ ಪೌಲನು ತಿಳಿಸಿದ 3 ವಿಷಯಗಳು ಈ ರೀತಿಯಲ್ಲಿ ನೋಡಿ: വിശ്വാസം, ನಂಬಿಕೆ, പ്രത്യാശ, ನಿರೀಕ್ಷೆ, സ്നേഹം. ಪ್ರೀತಿ. പത്രോസ് പറഞ്ഞ 8 കാര്യങ്ങൾ. ಪೇತ್ರನು, ಅಪೊಸ್ತಲನಾದ ಪೇತ್ರನು ತಿಳಿಸಿದ 8 ವಿಷಯಗಳು. അതിന്റെ 2 കാര്യങ്ങൾ വിശ്വാസത്തോട് വീര്യം എന്ന് പറഞ്ഞാൽ വീര്യമുള്ള വിശ്വാസം. ಇಲ್ಲಿ ನಂಬಿಕೆ ಜೊತೆಯಲ್ಲಿ ಸದ್ಗುಣ ಎಂದರೆ സദ്ഗുണ ഇರುವ വിശ്വാസിಗಳು. പിന്നെയുള്ള 4 കാര്യങ്ങൾ പ്രത്യാശ സംബന്ധമായിരിക്കുന്ന വിഷയങ്ങളാണ്. അതാದ ಮೇಲೆ ಇರುವ 4 ವಿಷಯಗಳು ನಿಮ್ಮ ನಿರೀಕ್ಷೆಯ ಕುರಿತಾಗಿ ನಾವು ನೋಡುತ್ತೇವೆ. ഒടുവിലത്തെ 2 കാര്യം സഹോദര പ്രീതിയും സ്നേഹവും ആ സ്നേഹത്തോട് തുല്യപ്പെടുത്തുകയാണ്. ಕೊನೆಯದಾಗಿ ನಾವು ನೋಡುವ 2 ವಿಷಯಗಳು ಸಹೋದರ ಸ್ನೇಹ ಮತ್ತೆ ಪ್ರೀತಿ. ಅದು ಪ್ರೀತಿ ವಿಷಯವಾಗಿ ಸಂಬಂಧಪಟ್ಟದಾಗಿದೆ. എന്നാൽ വിശ്വാസത്തിൽ ആരംഭിച്ച സ്നേഹത്തിൽ എത്തിച്ചേരുന്ന ഒരു ക്രിസ്തീയ ചൈത്രയാത്രയാണ് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ನಂಬಿಕೆಯಿಂದ ಪ್ರಾರಂಭ ಮಾಡಿ ಪ್ರೀತಿಯಲ್ಲಿ ಮುಂದೆ ಹೋಗ್ತಾ ಇರುವ ಒಂದು ಪ್ರಯಾಣವೇ ಕ್ರೈಸ್ತವ ಜೀವನ. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുക: എല്ലാവർക്കും നന്മ ചെയ്യുക, വിശേഷാൽ സഹോദര വർഗങ്ങൾക്ക്. ಅದರಿಂದ ಗೆಲಾತ್ಯರು ಬರೆದ ಪತ್ರಿಕೆಯಲ್ಲಿ ನಾವು ನೋಡುತ್ತೇವೆ, ಎಲ್ಲರಿಗೂ ಒಳ್ಳೆಯದನ್ನು ಮಾಡಬೇಕು, ಆದರೆ പ്രത്യേകವಾಗಿ ದೇವರ ಮನೆಯವರಿಗೆ ಎಂಬುದಾಗಿ. ഇന്ന് നമ്മുടെ ക്രൈസ്തവ സമൂഹം ഒരുപാട് സാമൂഹിക സേവനങ്ങളിൽ ബന്ധപ്പെടുകയാണ്. ನಮ್ಮ ಕ್ರೈಸ್ತವರು ಸುಮಾರು ರೀತಿಯಲ್ಲಿ സമാജದಲ್ಲಿ സുമാർ സേവകളെല്ലാം ಮಾಡ್ತಾ ಇದೆ. നല്ലത് തന്നെ, ಅದೆಲ್ಲ ಒಳ್ಳೆಯದೇ. എന്നാൽ എവിടെ നിന്ന് ആരംഭിക്കണം? ಆದರೆ ಅವರು ಎಲ್ಲಿಂದ ಪ್ರಾರಂಭ ಮಾಡಬೇಕು? വിശ്വാസത്തിൽ നിന്ന് ആരംഭിക്കണം. ಅವರು ನಂಬಿಕೆಯಿಂದ ಪ್ರಾರಂಭ ഒരു വ്യക്തി വിശ്വാസത്തിലേക്ക് വരാൻ കഴിഞ്ഞാൽ മാത്രമേ ദൈവരാജ്യത്തിലെ അംഗങ്ങളാകുവാൻ കഴിയുകയുള്ളൂ. ಒಬ್ಬ ವ್ಯಕ್ತಿ ನಂಬಿಕೆ ಇಟ್ಟು ಬಂದ ಮೇಲೆ ಮಾತ್ರವೇ ಅವರು ದೇವರ ರಾಜ್ಯದಲ್ಲಿ ಅಂಗಗಳಾಗುವರು. സാമൂഹിക നന്മകൾ അനുഭവിക്കുന്ന കോടാനുകോടി ഇന്ത്യൻസ് വസിക്കുന്ന ഭാരതത്തിലാണ് ഞാനും നിങ്ങളും വസിക്കുന്നത്. ಕೋಡಾನುಕೋಡಿ ಸಾಮೂಹಿಕವಾದ ಹೆಲ್ಪ್ಗಳೆಲ್ಲ ಸಿಕ್ಕುವ ಕೋಡಾನುಕೋಡಿ ಜನ ಇರುವ ಒಂದು ದೇಶದಲ್ಲಿ ನಾವು ಜೀವನ ಮಾಡ್ತಾ ಇದ್ದೇವೆ. ഇന്ത്യയുടെ കുഗ്രാമങ്ങളിൽ കിടന്നവരെ ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് എത്തിച്ചതിന്റെ പിന്നിൽ ക്രൈസ്തവ മിഷണറിമാരുടെയും
ക്രൈസ്തവ ജനത്തിന്റെ ಸೇವನೆಗಳಾണ്. ಹಳ್ಳಿಯಲ್ಲಿ ಇದ್ದ ಜನರನ್ನು ಪಾರ್ಲಿಮೆಂಟ್ ವರೆ ಹೋಗಬೇಕಾದ್ರೆ ಅದರ ಹಿಂದೆಯೂ ಕ್ರೈಸ್ತವರಿದೆ, ಕ್ರೈಸ್ತವ ಮಿಷನರಿಗಳ ಕೆಲಸಗಳಿದೆ. വിദ്യാഭ്യാസമാകട്ടെ, ആതുര സേവനങ്ങളാകട്ടെ, മെഡിക്കൽ ഫെസിലിറ്റി ആകട്ടെ, സാമൂഹ്യമായ നന്മകളിലൂടെ ജനത്തെ സഹായിക്കുന്നതാകട്ടെ, ഒരു കാലത്ത് നമ്മൾ ചെയ്തതിന്റെ പരിണിത ഫലമാണ് ഇന്ന് ഇങ്ങനെ വെൽ ഡ്രസ്ഡ് ആയിട്ട് ഒരു സ്ഥാനത്ത് കടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. ಮಿಷನರಿಗಳು ಬಂದು ಸ್ಕೂಲುಗಳ ಮೂಲಕ, ಹಾಸ್ಪಿಟಲ್ಗಳ ಮೂಲಕ ಈ ಸಮಾಜವನ್ನು ಸೇವೆ ಮಾಡುವುದರಿಂದ ಇವಾಗ ನಮಗೆ ಒಳ್ಳೆ ರೀತಿಯಲ್ಲಿ ವಿದ್ಯಾಭ್ಯಾಸವಾಗಲಿ ಈ ರೀತಿಯಲ್ಲಿ ನಿಲ್ಲುವುದಕ್ಕೆ ಒಂದು ಕಾರಣವಾಗಿದೆ. ഇതിന്റെ പിന്നിലുള്ള വ്യാപരിച്ച ശക്തി എന്താണെന്ന് അറിയാമോ? ಆದ್ರೆ ಅವರ ಹಿಂದೆ ಎಲ್ಲ ಕೆಲಸ ಮಾಡಿದ ಶಕ್ತಿ ಏನೆಂಬುದಾಗಿ ನಿಮಗೆ ഒരു ಗೊತ್ತಿಲ್ಲ. വിശ്വാസം എന്നെ മാറ്റി, ಒಂದು ನಂಬಿಕೆ ನನ್ನ ಜೀವನವನ್ನು ಬದಲಾವಣೆ ಮಾಡಿದೆ. എന്റെ ജീവിതത്തെ ആകമാനം മാറ്റി. ನನ್ನ ಜೀವನ ಸಂಪೂರ್ಣವಾಗಿ ಬದಲಾವಣೆ ಮಾಡಿದೆ. ദുഃഖത്തിലും പ്രയാസത്തിലും കഷ്ടത്തിലുമുള്ളവരെ ഈ വിശ്വാസം മാറ്റുമെന്ന് അവരോട് പറയാനിടയായി. ಕಷ್ಟದಲ್ಲಿ ಸಮಸ್ಯೆಗಳ ಮಧ್ಯದಲ್ಲಿ ಇರುವವರಿಗೆ ಈ ನಂಬಿಕೆ ಬದಲಾವಣೆ ಮಾಡುವುದು ಎಂಬುದಾಗಿ ಹೇಳುವುದಕ್ಕೆ ನಾನು ಶಕ್ತನಾದ. വിശ്വാസം അവരോട് പ്രഘോഷിക്കുവാനായിട്ടിടയായി. ಈ ನಂಬಿಕೆಯ ಕುರಿತಾಗಿ ನಾನು ಅವರಿಗೆ ಮಾತನಾಡಿದೆ. ഇവിടെ തെസ്സലോനിക്ക ലേഖനത്തിൽ ഈ മൂന്ന് കാര്യം പ്രത്യേക പൗലോസ് വെളിപ്പെടുത്തുകയാണ്. തെസ്സലോനിക്കದವರಿಗೆ ಬರೆದ ಪತ್ರಿಕೆಯಲ್ಲಿ ಈ ಮೂರು ವಿಷಯಗಳು ಮಾತನಾಡ್ತಾ ಇದೆ. അതിന്റെ ഒന്നാമത്തെ രണ്ടാം വാക്യം, അതിന് 1ನೇ അധ്യായ 2ನೇ വാക്യ, ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ സ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ വേലയും സ്നേഹപ്രയത്നവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരതയും ഇടവിടാതെ നമ്മുടെ ദൈവവും പിതാവുമായ സന്നിധിയിൽ ഓർത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ನಾವು ನಂಬಿಕೆಯ ಫಲವಾದ ನಿಮ್ಮ ಕೆಲಸವನ್ನು, ಪ್ರೀತಿಪೂರ್ವಕವಾದ ನಿಮ್ಮ ಪ್ರಯಾಸವನ್ನು, ನಮ್ಮ ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನ ಮೇಲಿನ ನಿರೀಕ್ಷೆಯುಂಟಾದ ನಿಮ್ಮ ಸೈರಣೆಯನ್ನು ನಮ್ಮ ತಂದೆಯಾದ ದೇವರ ಮುಂದೆ ಎಡಬಿಡದೆ ಜ್ಞಾಪಕ ಮಾಡಿಕೊಂಡು. ഇവിടെ നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിക്കുക, വിശ്വാസം, സ്നേഹം, പ്രത്യാശ. ಇಲ್ಲಿ ಕೂಡ ನಾವು ನೋಡ್ತೇವೆ, ನಂಬಿಕೆ ಇದೆ, ಪ್ರೀತಿ ಇದೆ, നിരീക്ഷ ಇದೆ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, പൗലോസ് പറയുകയാണ് വിശ്വാസത്തിന്റെ പ്രവൃത്തി. ಅಪೊಸ್ತಲನಾದ ಪೌಲನು ಇಲ್ಲಿ ಹೇಳ್ತಾ ಇರೋದು ನಂಬಿಕೆಯ ಫಲವಾದ ನಿಮ್ಮ ಕೆಲಸ. നിങ്ങൾക്കറിയാമോ, രക്ഷിക്കപ്പെടാൻ ഒരു പ്രവൃത്തികളും കാരണമല്ല. ಒಬ್ಬ ವ್ಯಕ್ತಿ ರಕ್ಷಣೆ ಹೊಂದುವುದಕ್ಕಾಗಿ ಯಾವ ಕೆಲಸ ಅಗತ್ಯವಿಲ್ಲ. എന്നാൽ ഒരേ ഒരു പ്രവൃത്തി കാരണമാണ്. ಆದ್ರೆ ಒಂದೇ ಒಂದು ಕೆಲಸ ಅದಕ್ಕೆ ಕಾರಣವಾಗಿದೆ. ആ പ്രവൃത്തി എന്താണെന്ന് അറിയാമോ? ಆ ಕೆಲಸ ಯಾವುದು ಅನ್ನೋದಾಗಿ ನಿಮಗೆ ಗೊತ್ತಿದೆಯಾ? വിശ്വാസം, ನಂಬಿಕೆ. യോഹന്നാൻ 6:29 ഇങ്ങനെ വായിക്കുന്നു, ಯೋಹಾನ ಬರೆದ ಸುವಾರ್ತೆ, അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നത്ര ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി. ಯೋಹಾನ ಬರೆದ ಸುವಾರ್ತೆ 6ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ನಾವು 26ನೇ ಅಧ್ಯಾಯ 29ನೇ ವಾಕ್ಯದಲ್ಲಿ ನಾವು ನೋಡುತ್ತೇವೆ, ದೇವರು ಕಲಿಸಿದ ಆತನನ್ನು ನಂಬುವುದೇ ನಿತ್ಯ ಜೀವ ಎಂಬುದಾಗಿ. ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി, അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നതത്രേ. ದೇವರು ಮೆಚ್ಚುವ ಒಂದೇ ಒಂದು ಕೆಲಸ, ದೇವರು ಕಳುಹಿಸಿಕೊಟ್ಟ ತನ್ನ ಮಗನನ್ನು ನಂಬುವುದಷ್ಟೇ. ഒരേ ഒരു പ്രവൃത്തി, വിശ്വാസത്തിന്റെ പ്രവൃത്തി മാത്രമേ നമ്മെ രക്ഷിക്കുകയുള്ളൂ. കർമ്മങ്ങളാലുമല്ല, കൂദാശകളാലുമല്ല, സത്കർമ്മങ്ങളുമല്ല എന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ನಂಬಿಕೆಯಿಂದ ಉಂಟಾದ ಆ ಕೆಲಸ, ಆ ಕೆಲಸ ಮಾತ್ರ ನಮಗೆ ರಕ್ಷಣೆಯನ್ನು ಕೊಡುವುದು. ನಮ್ಮ ಕರ್ಮ ಆಗಲಿ, ನಾವು ಮಾಡುವ ಒಳ್ಳೆಯ ಕಾರ್ಯಗಳಾಗಲಿ, ನಾವು ಮಾಡುವ ಧರ್ಮಗಳ ಕಾರ್ಯಗಳಾಗಲಿ ಯಾವುದು ನಮಗೆ ರಕ್ಷಣೆಯನ್ನು ಕೊಡುವುದಿಲ್ಲ. എഫേസ്യർ 2-ാം വാക്യം ഇങ്ങനെ വായിക്കുകയാണ്, ಎಫೆಸದವರಿಗೆ ಬರೆದ ಪತ್ರಿಕೆ 2ನೇ ಅಧ್ಯಾಯ 8ನೇ ವಾಕ್ಯದಲ್ಲಿ ನಾವು ಈ ರೀತಿಯಲ್ಲಿ ನೋಡುತ್ತೇವೆ, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാൻ ಪ್ರವೃತ್ತಿಗಳು ಕಾರಣವಲ್ಲ. ನಂಬಿಕೆಯ ಮೂಲಕ ಕೃಪೆಯಿಂದಲೇ ರಕ್ಷಣೆ ಹೊಂದಿದವರಾಗಿದ್ದೀರಿ. ಆ ರಕ್ಷಣೆಯು ನಿಮ್ಮಿಂದ ಉಂಟಾದದಲ್ಲ, ಅದು ದೇವರ ವರವೇ, ಅದು ಪುಣ್ಯ ಕ್ರಿಯೆಗಳಿಂದ ಉಂಟಾದದಲ್ಲ. ಆದ್ದರಿಂದ ಹೊಗಳಿಕೊಳ್ಳುವುದಕ್ಕೆ ಯಾರಿಗೂ ಆಸ್ಪದವಿಲ್ಲ. അതിന്റെ 10ാം വാക്യം, നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. 10ನೇ ವಾಕ್ಯದಲ್ಲಿ ನಾವು ಆತನ ನಿರ್ಮಾಣ ಸತ್ಕಾರ್ಯಗಳನ್ನು ಮಾಡುವುದಕ್ಕಾಗಿಯೇ ಕ್ರಿಸ್ತ ಯೇಸುವಿನಲ್ಲಿ ಸೃಷ್ಟಿಸಲ್ಪಟ್ಟವು. സൽക്കർമ്മങ്ങൾ ചെയ്ത് ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറയാനായിട്ട് ദൈവവചനത്തിൽ പ്രമാണമില്ല. ನಾನು ಸತ್ಕಾರ್ಯಗಳನ್ನು ಮಾಡಿ ರಕ್ಷಣೆ ಹೊಂದಿದೆ ಎಂಬುದಾಗಿ ಹೇಳುವುದಕ್ಕೆ ದೇವರ ವಾಕ್ಯದಲ್ಲಿ ಯಾವ ಆಧಾರವೂ ಇಲ್ಲ. എന്നാൽ രക്ഷിക്കപ്പെട്ടവർ സൽക്കർമ്മങ്ങൾ മാത്രമേ ചെയ്യാവൂ. ಆದರೆ ರಕ್ಷಣೆ ಹೊಂದಿದವರು സൽക്കർമ്മങ്ങൾ മാത്ര ಮಾಡಬೇಕು. ഒരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഇന്ന് നാം ജനത്തിനു വേണ്ടി സേവനത്തിന് ഇറങ്ങുന്നത്. ಈ ನಂಬಿಕೆ ಇರುವುದರಿಂದ ನಾವು ಜನರನ್ನು ಸೇವೆ ಮಾಡ್ತಾ ಇದ್ದೇವೆ.
ഞാൻ ഒരു മിഷണറി ആയിട്ടാണ് നിക്കോബാറിലേക്ക് പോയത്. ನಾನು ಒಂದು ಮಿಷನರಿ ಆಗಿ ನಿಕೋಬಾರ್ ಐಲ್ಯಾಂಡ್ ಅಲ್ಲಿ ಹೋಗಿದ್ದ. ആ ദ്വീപിലേക്ക് ടീച്ചേഴ്സിനെ പോസ്റ്റ് ചെയ്താൽ അവർ പോകില്ല, അത്ര റിമോട്ടസ്റ്റ് പ്ലേസ് ആണ്. ಒಂದು ಟೀಚರ್ಸ್ ಆಗಿ ಯಾರಿಗಾದ್ರೂ ಕೆಲಸ ಸಿಕ್ಕಿ ಅಲ್ಲಿ ಹೋಗು ಎಂಬುದಾಗಿ ಹೇಳಿದ್ರೆ ಯಾರು ಹೋಗುವುದಿಲ್ಲ. ആ രീതിಯಲ್ಲಿ ಇರುವ ಒಂದು ಹಳ್ಳಿ ಏರಿಯಾ. മിക്കവാറും എല്ലാ കുട്ടികളും 7ലോ 8ലോ ഡ്രോപ്പ് ഔട്ട് ആകും. അവരിങ്ങനെ കാട്ടിലൂടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞ് ഒരു അസാൻമാർഗികമായ ജീവിതം നയിക്കും. ಮಕ್ಕಳು ಸಾಧಾರಣವಾಗಿ ಶಾಲೆ ಮುಗಿಸುವುದಿಲ್ಲ. 6-7 ಕ್ಲಾಸ್ ಅಲ್ಲಿ ಆಗುವಾಗ ಅವರು ಸ್ಕೂಲ್ ಡ್ರಾಪ್ ಮಾಡಿ ಅಲ್ಲಿ ಇಲ್ಲಿ ತಿರುಗಾಡ್ತಾ ಇರುವುದು. ചില പാരന്റ്സ് ഞങ്ങളെ സമീപിച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചു. ചില പോഷകರು ನಮ್ಮ ಹತ್ರ ಬಂದು ಈ ರೀತಿಯಲ್ಲಿ ತಿಳಿಸಿದೆ. സാറേ, നിങ്ങള് എഡ്യൂക്കേറ്റഡ് ആളുകളാണെന്ന് അറിയാം. ನೀವು ಒಳ್ಳೆ ವಿದ್ಯಾಭ್ಯಾಸ ಎಲ್ಲ ನಿಮಗಿದೆ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ടീച്ചേഴ്സ് ഇവിടെ പോസ്റ്റിംഗ് ചെയ്താലും വരുന്നില്ല. ನಮ್ಮ ಮಕ್ಕಳನ್ನು ಹೇಳಿಕೊಡುವುದಕ್ಕಾಗಿ ಟೀಚರ್ಸ್ ಅನ್ನು ಇಲ್ಲಿ ಗವರ್ಮೆಂಟ್ ಅಪಾಯಿಂಟ್ಮೆಂಟ್ ಮಾಡಿದ್ರೆ ಯಾರು ಬರ್ತಾ ಇಲ್ಲ. ನೀವು ಹೆಲ್ಪ್ ಮಾಡಬಹುದು. ആ ജനത്തിന്റെ ആഗ്രഹം മാനിച്ച് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് തുടങ്ങി. ಆ ಜನರ ಅಗತ್ಯವನ್ನು ನೋಡಿ ನಾನು ಮಕ್ಕಳನ್ನು ಅಧ್ಯಯನ ಮಾಡುವುದಕ್ಕಾಗಿ ಪ್ರಾರಂಭ ಮಾಡಿ 100 കണക്കിന് കുട്ടികളെ പഠിപ്പിച്ചു. 106 ಮಕ್ಕಳನ್ನು ಹೇಳಿಕೊಟ್ಟರು. ആ കുട്ടികളൊക്കെ പഠിച്ചു വളർന്നു. ಆ ಮಕ್ಕಳು ಅವರು ಒಳ್ಳೆ ವಿದ್ಯಾಭ್ಯಾಸವನ್ನು ಸಿಕ್ಕಿ ಬೆಳೆದು ಬಂದಾಗ ചിലരൊക്കെ ഡിഗ്രി എടുത്തു, മാസ്റ്റർ ഡിഗ്രി എടുത്തു, ഡോക്ടറേറ്റ് എടുത്തു. ചിലരൊക്കെ ഡോക്ടേഴ്സ് ആയി, എഞ്ചിനീയേഴ്സ് ആയി. ಕೆಲವರು ಡಿಗ್ರಿ ತಗೊಂಡಿದೆ, ಆಮೇಲೆ ಅದರ ಮೇಲೆ ಡಿಗ್ರಿ ತಗೊಂಡಿದೆ. ಕೆಲವರು ಒಳ್ಳೆಯ ಉದ್ಯೋಗಗಳಲ್ಲಿ ಬಂದಿದೆ, ಡಾಕ್ಟರೇಟ್ಸ್ಗಳಾಗಿದೆ, ಎಂಜಿನಿಯರ್ಸ್ಗಳಾಗಿದೆ. പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ എന്റെ ശിഷ്യന്മാരെ എനിക്ക് കാണാൻ കഴിയും. ವಿವಿಧ ಸ್ಥಳಗಳಲ್ಲಿ ಹೋಗುವಾಗ ನನ್ನ ಶಿಷ್ಯರನ್ನು ನೋಡಬಹುದು. അവർ ഓടി വന്നിട്ട് ഇങ്ങനെ ഒരു വാക്ക് പറയും. ಅವರು ಓಡಿ ಬಂದು ಈ ರೀತಿಯಲ್ಲಿ ತಿಳಿಸುವುದು, സാറ് കാരണമാണ് ഞാൻ ഈ പദവിയിൽ വന്നത്. ಸಾರ್ ಕಾರಣ ನಾನು ಇವಾಗ ಈ ಸ್ಥಾನದಲ್ಲಿ ಇದೆ. ഞാൻ ഇത് ചെയ്യാൻ കാരണം എന്താണെന്ന് അറിയാമോ? ನಾನು ಈ ರೀತಿಯಲ್ಲಿ ಮಾಡೋದಕ್ಕೆ ಕಾರಣ ಏನೆಂಬುದಾಗಿ ಗೊತ್ತಿದೆ. ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിച്ചു. ಕರ್ತನ ಪ್ರೀತಿ ನನ್ನನ್ನು ಒತ್ತಾಯ ಮಾಡಿದೆ. എവിടെ ഒരു സാമൂഹിക കാര്യം ചെയ്താൽ ജനത്തിന് നന്മയായി തീരുമോ? ക്രിസ്തുവിന്റെ സ്നേഹത്താൽ അത് ചെയ്യാനായിട്ട് ഞാൻ നിർബന്ധിക്കപ്പെട്ടു. ഈ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ക്രിസ്ത്യൻസ്. അവരെ വെറുക്കുന്നവരോടും ശക്തമായിട്ട് പറയട്ടെ, നിങ്ങളെ സ്നേഹിക്കുന്നവരാണ് ഞങ്ങൾ. കാരണം ഞങ്ങളുടെ കർത്താവ് സകലരെയും സ്നേഹിക്കും. ಒಂದು ಜನರ ಅಗತ್ಯವನ್ನು ನೋಡಿದರೆ ಹೆಲ್ಪ್ ಮಾಡೋದಕ್ಕೆ ಮನಸ್ಸು ಕೊಡುವವರೇ ಕ್ರಿಶ್ಚಿಯನ್ಸ್. ಒಂದು ವೇಳೆ ನಮ್ಮ ವಿರುದ್ಧವಾಗಿ ಕಾರ್ಯಗಳನ್ನು ಮಾಡುವವರನ್ನು ಕೂಡ ನಾವು ಪ್ರೀತಿ ಮಾಡುವವರಾಗಿದ್ದೇವೆ. ಕಾರಣ ಕ್ರಿಸ್ತನ ಪ್ರೀತಿ. The work of faith. ನಂಬಿಕೆಯ ಕೆಲಸ. രണ്ടാമത് labor of love. ಎರಡನೆಯದು ಪ್ರೀತಿ, സ്നേഹ, പ്രയത്ന. ഈ പ്രയത്നം എന്ന വാക്ക് മലയാളത്തില് ഉപയോഗിക്കുമ്പോൾ ഇത്തിരി സ്ട്രെസ്ഫുൾ ആയിരിക്കുന്ന ഒരു പ്രവർത്തനമാണ്. ಮಲಯಾಳದಲ್ಲಿ ಪ್ರಯಾಸ, ಕನ್ನಡದಲ್ಲಿ ಪ್ರಯಾಸ ಎಂಬ ಪದ ಮೀನಿಂಗ್ ಸ್ವಲ್ಪ ಕಷ್ಟಪಟ್ಟು ದುಡಿಯುವ ಒಂದು ಪದ, ದುಡಿಯಬೇಕು, ಆ ರೀತಿಯಲ್ಲಿ ಮೀನಿಂಗ್ ಕೊಡುವುದು. നമ്മൾ ജീവിക്കുന്ന കാലം ക്രിസ്തുവിന്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് പാസ് ചെയ്യാനായിട്ട് ചില പ്രയത്നങ്ങൾ എടുക്കണം. ಕರ್ತನ ಪ್ರೀತಿ ಬೇರೆಯವರಿಗೆ ಸಿಗಬೇಕಾದ್ರೆ ನಾವು ಕೆಲ ಪ್ರಯಾಸಗಳನ್ನು ತಗೊಳ್ಳಬೇಕು. ചില അനുഭവങ്ങൾ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി കഴിഞ്ഞ മെസ്സേജുകളിൽ. ನಾನು ಕೆಲ ಅನುಭವಗಳನ್ನು ಕಳೆದ ಮೆಸೇಜ್ ಅಲ್ಲಿ ನಿಮ್ಮ ಹತ್ರ ತಿಳಿಸಿದೆ. ഒരു അനുഭവം ഞാൻ കൂടെ പറയാം. ಒಂದು ಅನುಭವ ನಾನು ನಿಮಗೆ ತಿಳಿಸಿದೆ. കോവിഡിന്റെ പീക്ക് ആയിരിക്കുന്ന സമയം, ಕೋವಿಡ್ ತುಂಬಾ ಜಾಸ್ತಿ ಆದ ಒಂದು ಸಮಯ, ആരും വീടിന് വെളിയിൽ ഇറങ്ങാത്ത ഒരു സമയം, ಯಾರು ಹೊರಗಡೆ ಮನೆ ಹೊರಗಡೆ ಬರ್ತಾ ಇಲ್ಲ. ഞാനും വൈഫും വീട്ടിലുള്ള ഒരു സമയത്ത് എന്റെ ഒരു സ്റ്റുഡന്റിനെ കാണണമെന്നുള്ള ഒരു ആത്മഭാരം എന്റെ മനസ്സിലുണ്ടായി. ನಾನು ನನ್ನ ಹೆಂಡತಿಯು ಮನೆಯಲ್ಲಿದ್ದಾಗ ನನ್ನ ಒಂದು ಸ್ಟೂಡೆಂಟ್ ಅನ್ನು ನೋಡಬೇಕು ಎಂಬುದಾಗಿ ಒಂದು ಪ್ರೇರಣೆ ನನ್ನ ಮನಸ್ಸಲ್ಲಿ ಬಂದಿದೆ. കോവിഡ് ആയിട്ട് പോലും ഞാൻ ഉടനെ വണ്ടി എടുത്ത് ആ സ്റ്റുഡന്റിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. ಕೋವಿಡ್ ಆದರೂ ಕೂಡ ನಾನು ನನ್ನ ಗಾಡಿಯನ್ನು ತಗೊಂಡು ಆ ಸ್ಟೂಡೆಂಟಿನ ಮನೆಯಲ್ಲಿ ಹೋಗಿದೆ. കോളിംഗ് ബെൽ അടിച്ചപ്പോൾ ആ സ്റ്റുഡന്റ് ഒരുമാതിരി വളരെ വിഷമത്തോടെ എന്തോ ഒരു പ്രതിസന്ധിയിൽ എന്റെ മുമ്പിൽ വന്നു നിന്നു. ನಾನು ಕೋಲಿಂಗ್ ಬೆಲ್ ಹೊಡೆದಾಗ ಈ ಸ್ಟೂಡೆಂಟ್ ತುಂಬಾ ಬೇಜಾರಿನಿಂದ, ದುಃಖದಿಂದ, ಭಯದಿಂದ ನನ್ನ ಮುಂದೆ ಬಂದು ನಿಂತಿದೆ. ഞാൻ ചോദിച്ചു, നിന്റെ ഭാര്യ എവിടെയാ? ನಾನು ಕೇಳಿದೆ, ನಿಮ್ಮ ಹೆಂಡತಿಯಲ್ಲಿ? അവൾ എന്നെ വിട്ടു പോയി സാറേ. ಈ ಮನುಷ್ಯನ್ ತಿಳಿಸಿದೆ, ಅವಳು ನನ್ನನ್ನು ಬಿಟ್ಟು ಹೋಗಿದೆ. അന്ന് അവര് വഴക്കിട്ടു, ഭാര്യ വീട് വിട്ടിറങ്ങി. ಅವರಿಬ್ಬರು ಜಗಳ ಮಾಡಿದೆ, ಹೆಂಡತಿ ಆ ಮನೆಯನ್ನು ಬಿಟ್ಟು ಹೋಗಿದೆ. ഞാൻ അവനോട് ചോദിച്ചു, അവൻ മൂക്കെട്ട് പിടിച്ചിരിക്കുക. ನಾನು ಅವನ ಹತ್ರ ಮಾತನಾಡಿದಾಗ ನನ್ನ ಒಂದು ವಿಷಯ ಗೊತ್ತಾಯಿತು. ಅವನು ಆಲ್ಕೋಹಾಲ್ ಕುಡಿದೆ. കുറെ നേരം സമയം ചെലവഴിച്ചു.
ಸ್ವಲ್ಪ ಸಮಯ ನಾವು ಮಾತನಾಡಿದ ಮೇಲೆ പ്രാർത്ഥിച്ചു, ಪ್ರಾರ್ಥನೆ ಮಾಡಿದೆ, വീട്ടിലേക്ക് വന്നു, ಮನೆಯಲ್ಲಿ ತಿರುಗಿ ಬಂದು തന്റെ ഭാര്യയുമായിട്ട് സംസാരിച്ചു. ನಾನು ಈ ಮನುಷ್ಯನ ಹೆಂಡತಿ ಹತ್ರ ಮಾತನಾಡಿದೆ. അവളും എന്റെ സ്റ്റുഡന്റ്, അവളെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. ಅವಳು ನನ್ನ ಸ್ಟೂಡೆಂಟ್, ಅವಳನ್ನು ಮನೆಯಲ್ಲಿ ಕಲಿಸಿದೆ. ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ ആ വീട്ടിലേക്ക് ചെല്ലുക, വീണ്ടും അവരെ കാണാൻ. ನಾನು ಒಂದು ವಾರ ಆದ ಮೇಲೆ ಮತ್ತೆ ಅವರನ್ನು ಅವರ ಮನೆಯಲ್ಲಿ ಹೋಗಿ ವಿಸಿಟ್ ಮಾಡಿದೆ. തന്റെ ഭാര്യ പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയാണ്, ಈ ಹೆಂಡತಿ ಈ ರೀತಿಯಲ್ಲಿ ತಿಳಿಸಿದೆ, സാർ അന്ന് വന്നില്ലായിരുന്നെങ്കിൽ എന്റെ ഹസ്ബൻഡ് ആത്മഹത്യ ചെയ്യുമായിരുന്നു. ಸಾರ್ ನೀವು ಆವತ್ತು ದಿನ ಬಾರದೆ ಹೋದರೆ ನನ್ನ ಮನೆಯವರು ಆತ್ಮಹತ್ಯೆ ಮಾಡಬಹುದು. അവൻ ഈ തൂങ്ങി മരിക്കാൻ വേണ്ടി കയറ് കെട്ടുന്ന സമയത്താണ് ഞാൻ കോളിംഗ് ബെൽ അടിച്ചത്. ಅವರು ಆತ್ಮಹತ್ಯೆ ಮಾಡುವುದಕ್ಕಾಗಿ ಹಗ್ಗ ಎಲ್ಲ ತಗೊಂಡು ಆ ಸಮಯದಲ್ಲಿಯೇ ನೀವು ಬೆಲ್ಲ ಹೊಡೆದಿರಿ. നോക്കുക, ദൈവത്തിന്റെ പ്രവർത്തനം മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം. ನೋಡಿ, ದೇವರ ಕಾರ್ಯಗಳು മനുഷ്യರ ಒಳ್ಳೆಯದಕ್ಕಾಗಿ. ഇന്ന് അവർ രണ്ടുപേരും ജീവനോടെയുണ്ട്, അവർ രണ്ടുപേരും ബൈബിൾ പഠിച്ച ചർച്ചിലും പോകുന്നവരാണ്. ಅವರಿಬ್ಬರು ಜೀವಂತವಾಗಿದೆ, ಅವರಿಬ್ಬರು ಬೈಬಲ್ ತಗೊಂಡು ದೇವರ ಸಭೆಗೆ ಹೋಗುವವರು. എന്തുകൊണ്ടാണ് ഞാൻ അവന്റെ വീട്ടിലേക്ക് പോയത്? ಯಾಕೆ ನಾನು ಆ ಮನೆಯಲ್ಲಿ ಹೋಗಿದ್ದೆ? കോവിഡിനെ അവഗണിച്ചെന്നുകൊണ്ടാണ് പോയത്. ಯಾಕೆ ಈ ಕೋವಿಡ್ ಕಾಲದಲ್ಲಿ ಅಲ್ಲಿ ಹೋದ? ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിച്ചു. ಕ್ರಿಸ್ತನ ಪ್ರೀತಿಯ ಪ್ರಯಾಸ, ಕ್ರಿಸ್ತನ ಪ್ರೀತಿ ನನ್ನನ್ನು ಒತ್ತಾಯ ಮಾಡಿ. എന്റെ പ്രിയ സഹോദരി സഹോദരൻ, ജിൻഡാൽ അസംബ്ലി എന്തുകൊണ്ടാണ് നിങ്ങൾ കൂടി വരുന്നത്? ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. ನನ್ನ ಪ್ರಿಯ ಸಹೋದರಿ ಸಹೋದರಿ, ಯಾಕೆ ಜಿಂಡಾಲ್ ಅಸೆಂಬ್ಲಿ ಸೇರಿ ಬರ್ತಾ ಇರುವ ಕಾರಣ ಏನು? ക്രിസ്തന പ്രീതി നമ്മെ ഒത്തായ ಮಾಡ್ತಾ ಇದೆ. എന്തുകൊണ്ടാണ് സുവിശേഷ പ്രവർത്തനത്തിൽ വ്യാപൃതരാകുന്നത്? ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. ಯಾಕೆ ನಾವು ಸುವಾರ್ಥ ಸೇವೆ ಮಾಡ್ತಾ ಇರುವುದು? ಕ್ರಿಸ್ತನ ಪ್ರೀತಿ ನಮ್ಮನ್ನು ಒತ್ತಾಯ ಮಾಡ್ತಾ ಇರುವುದರಿಂದ. ഈ സ്നേഹം നമ്മിൽ ഉണ്ടാകണം. ಈ ಪ್ರೀತಿ ನಮ್ಮಲ್ಲಿ ಇರಬೇಕು. നമ്മൾ പലപ്പോഴും കണ്ടീഷണൽ ലവ് വയ്ക്കുന്നവരാണ്. ನಾವು ಷರತ್ತು ಹಾಕಿಕೊಂಡು ಪ್ರೀತಿ ಮಾಡುವವರು. അവൻ എന്നെ സ്നേഹിച്ചാൽ ഞാൻ സ്നേഹിക്കാം, ಅವನು ನನ್ನನ್ನು ಪ್ರೀತಿ ಮಾಡಿದರೆ ನಾನು ಪ್ರೀತಿ ಮಾಡ್ತೇನೆ, അവൻ എന്നെ പരിഗണിച്ചാൽ ഞാൻ അവനെ പരിഗണിക്കാം, ಅವನು ನನ್ನನ್ನು ಪರಿಗಣಿಸಿದರೆ ನಾನು ಅವನನ್ನು ಪರಿಗಣಿಸ್ತೇನೆ. എന്റെ കർത്താവ് അങ്ങനെ പരിഗണിച്ചിരുന്നെങ്കിൽ ഞാനൊന്നും ദൈവരാജ്യം കാണത്തേ ഇല്ലായിരുന്നു. ಕರ್ತನಾದ ಯೇಸು ಸ್ವಾಮಿ ಆ ರೀತಿಯಲ್ಲಿ ಮಾಡಿದರೆ ನಾನು ಎಂದಿಗೂ ದೇವರ ರಾಜ್ಯವನ್ನು ನೋಡುವುದು ಕೂಡ ಆಗ್ತಾ ಇರಲಿಲ್ಲ. He has shown me unconditional love by which I am showing the unconditional love to the one who is around me. ಆತನು ಯಾವ ಷರತ್ತು ಇಲ್ಲದೆ ನನ್ನನ್ನು ಪ್ರೀತಿ ಮಾಡಿದ್ರಿಂದ ನಾನು ಕೂಡ ಯಾವ ಷರತ್ತು ಇಲ್ಲದೆ ಆತನನ್ನು ಪ್ರೀತಿ ಮಾಡಬೇಕೆಂಬುದಾಗಿದೆ. ഇങ്ങനെ സ്നേഹിക്കുന്ന ഒരേ ഒരു ദൈവമുള്ളൂ, അത് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു മാത്രം. ಈ ರೀತಿಯಲ್ಲಿ ಪ್ರೀತಿ ಮಾಡುವ ಒಬ್ಬನೇ ಒಬ್ಬ ಕರ್ತನು, ಒಬ್ಬನೇ ಒಬ್ಬ ದೇವರು, ಅದು ನಾವು ನಂಬುವ ಕರ್ತನಾದ ಯೇಸು ಸ್ವಾಮಿ ಮಾತ್ರ. മൂന്നാമത്തെ കാര്യം, ಮೂರನೇ ವಿಷಯ, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരത. ನಿರೀಕ್ಷೆಯಿಂದಾದ ನಿಮ್ಮ their patience of hope. ಅವರ ನಿರೀಕ್ಷೆಯಿಂದಾದ ಸೈರನ್. ഓക്കേ. ഒന്നാമത്തെ കാര്യം the work of faith. ಮೊದಲನೇ ವಿಷಯ ನಂಬಿಕೆಯ ಫಲವಾದ ಕೆಲಸ. രണ്ടാമത്തെ കാര്യം their labor of love. ಎರಡನೇ ವಿಷಯ ಪ್ರೀತಿಪೂರ್ವವಾದ ಪ್ರಯಾಸ. മൂന്നാമത്തെ കാര്യം the patience of hope. നിരീക്ഷೆಯಿಂದಾದ സൈരൻ. ഈ ലോകത്തില് ഞാൻ വളരെ ക്ഷമയോടെ ജീവിക്കാൻ കാരണം എന്താണെന്ന് അറിയാമോ? ಈ ಲೋಕದಲ್ಲಿ ನಾನು ಇಷ್ಟು ತಾಳ್ಮೆಯಿಂದ ಸೈರಣೆಯಿಂದ ಜೀವನ ಮಾಡುವುದಕ್ಕೆ ಕಾರಣ ಏನು ಎಂಬುದಾಗಿ ಗೊತ್ತಿದೆಯಾ? എനിക്കൊരു പ്രത്യാശയുണ്ട്, ನನಗೊಂದು ನಿರೀಕ್ಷೆ ಇದೆ. ഓ എന്റെ കർത്താവ് വരാൻ പോകുകയാ, ನನ್ನ ಕರ್ತನು ಬರಲಿಕ್ಕಿದೆ, ഞാൻ അവന്റെ സന്നിധാനത്തിലേക്ക് പോകാൻ പോകുകയാ, ನಾನು ಆತನ ಸನ್ನಿಧಾನದಲ್ಲಿ ಹೋಗುವನು. ഈ കഴിഞ്ഞ സന്ദേശത്തിൽ പറഞ്ഞ ലഘുവായ നൊടി നേരത്തേക്കുള്ള കഷ്ടം മാത്രമേ ഈ ഭൂമിയിൽ എനിക്കുള്ളൂ. ಕಳೆದ ಸಂದೇಶದಲ್ಲಿ ನಾನು ತಿಳಿಸಿದ ಹಾಗೆ ಕ್ಷಣ ಮಾತ್ರ ಇರುವ ಕಷ್ಟಗಳು ಮಾತ್ರ ನನಗೆ ಈ ಭೂಮಿಯಲ್ಲಿ ಇದೆ. ഈ അല്പനേരത്തേക്കുള്ള കഷ്ടങ്ങളെ ഞാൻ വളരെ ക്ഷമയോടെ സഹിക്കുന്നത് എന്തുകൊണ്ടെന്ന് അറിയാമോ? എനിക്കൊരു പ്രത്യാശയുണ്ട്. ಈ ಸ್ವಲ್ಪ കഷ്ടಗಳು ನಾನು ಯಾಕೆ ಇಷ್ಟು ಸೈರಣೆಯಿಂದ സഹിಸುವುದು ಎಂಬುದಾಗಿ ನಿಮಗೆ ಗೊತ್ತಿದೆಯಾ? ನನಗೊಂದು ನಿರೀಕ್ಷೆ ಇದೆ. അനേക വിശ്വാസ വീരന്മാർ ജീവത്യാഗം ചെയ്തതിന്റെ പിന്നിൽ അവർക്കൊരു പ്രത്യാശ ഉണ്ടായിരുന്നു. ഈ കാലഘട്ടം കഴിയുമ്പോൾ എന്റെ കർത്താവിന്റെ സന്നിധാനത്തിലേക്ക് ഞാൻ ചേർക്കപ്പെടും. ಅನೇಕ ನಂಬಿಕೆಯ ವೀರರು ಅವರ ಪ್ರಾಣವನ್ನೇ ಕರ್ತನಿಗಾಗಿ ಕೊಟ್ಟ ಕಾರಣ ಎಂದು ಗೊತ್ತಿದೆಯಾ? ಈ ಒಂದು ದಿನ ನಾನು ನನ್ನ ಕರ್ತನ ಸನ್ನಿಧಿಯಲ್ಲಿ ಹೋಗುವನು ಎಂಬುದಾಗಿರುವ ನಿರೀಕ್ಷೆ. പൗലോസ് ദീർഘനാളുകൾ തടവറയിൽ കിടന്നിട്ട് പറയുകയാണ്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. ಅಪೊಸ್ತಲನಾದ ಪೌಲನು ಸುಮಾರು ದಿನಗಳು ಸೆರೆಮನೆಯಲ್ಲಿ ಇದ್ದ ಮೇಲೆ ಈ ರೀತಿಯಲ್ಲಿ ಬರೀತಾ ಇದೆ, ನನಗೆ ಜೀವಿಸುವುದು
ക്രിസ്തനെ സായുവാതെ അത് ನನಗೆ ലാഭ എന്നതാക്കി. ഫിലിപ്പിയർ 1-23 വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്. ഫിലിപ്പിയർക്ക് ബರೆದ പത്രിಕೆ 1-23 വാക്യದಲ್ಲಿ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ. ക്രിസ്തുവിನ ಜೊತೆಯಲ್ಲಿ ಇರಬೇಕೆಂಬುದೇ ನನ್ನ ಅಭಿಲಾಷ, ಅದು ಅತ್ಯುತ್ತಮ. ഈ ശരീരം വിട്ടാൽ ഞാൻ എന്റെ കർത്താവിനോട് കൂടെ ചേരും. ഈ ശരീരವನ್ನು ನಾನು ಬಿಟ್ಟು ಹೋದರೆ ನಾನು ನನ್ನ ಕರ್ತನ ಜೊತೆಯಲ್ಲಿ ಇರುವೆನು. ഒരു നല്ല പ്രത്യാശയുണ്ട്, ಒಳ್ಳೆಯ ಒಂದು ನಿರೀಕ್ಷೆ ಆಗಿದೆ. 1 തെസ്സലോനിക്ക 2 തെസ്സലോനിക്ക ലേഖനം എഴുതുന്നതിന്റെ പിന്നിലുള്ള ചേതോവീതകാലം തെസ്സലോനിക്ക വിശ്വാസികളെ നിങ്ങൾ പ്രത്യാശയുള്ളവരായിരിക്കണം. ಮೊದಲನೇ ತೆಸಲೋನಿಕದವರು ಮತ್ತು ಎರಡನೇ ತೆಸಲೋನಿಕದವರು ಬರೆದ ಒಂದು ಉದ್ದೇಶ, ತೆಸಲೋನಿಕದ ವಿಶ್ವಾಸಿಗಳೇ ನೀವು ನಿರೀಕ್ಷೆಯುಳ್ಳವರಾಗಿರಬೇಕು ಎಂಬುದಾಗಿ ಹೇಳುವುದಕ್ಕಾಗಿ. വിശ്വാസം, പ്രത്യാശ, സ്നേഹം നിലനിൽക്കുന്ന ഈ 3 ഗുണങ്ങൾ ജിൻഡാൽ സഭയിൽ എക്കാലം ഉണ്ടായിരിക്കുമാറാകട്ടെ. ನಂಬಿಕೆ, ಪ್ರೀತಿ, ನಿರೀಕ್ಷೆ ಈ ಗುಣವಿಶೇಷಗಳು ಜಿಂದಾಲ್ ಸಭೆಯಲ್ಲಿ ಯಾವಾಗಲೂ ಇರಲಿ. നിങ്ങൾ ഓർക്കുക, ഞാൻ 28-ാം തീയതി മീറ്റിംഗ് കഴിഞ്ഞാൽ എന്റെ വീട്ടിലേക്ക് കേരളത്തിലേക്ക് പോകും. ನಾನು 28ನೇ ತಾರೀಕು ಮೀಟಿಂಗ್ ಎಲ್ಲ ಮುಗಿದ ಮೇಲೆ ನಾನು ಕೇರಳದಲ್ಲಿ ನನ್ನ ಮನೆಯಲ್ಲಿ ಹೋಗುವುದು. അവിടെ ഞാൻ ചെല്ലുന്നത് കാത്ത് എന്റെ ഭാര്യയും മക്കളും ഉണ്ട്. ಅಲ್ಲಿ ನನ್ನನ್ನು ನೋಡಿ ನನ್ನ ಹೆಂಡತಿ ಮತ್ತು ಮಕ್ಕಳು ಅಲ್ಲಿ ಕಾಯ್ತಾ ಇದೆ. ഞാൻ ചെല്ലുന്ന ദിവസം എനിക്ക് ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് എന്റെ ഭാര്യ അവിടെ തയ്യാറായിട്ട് എന്നെ വെൽക്കം ചെയ്യാനായിട്ട്. ನಾನು ಹೋಗುವ ದಿನ ನನಗೆ ಏನೇನು ಇಷ್ಟವಿದೆಯೋ ಅದನ್ನೆಲ್ಲ ರೆಡಿ ಮಾಡಿ ನನ್ನ ಹೆಂಡತಿಯಲ್ಲಿ ವೇಟ್ ಮಾಡ್ತಾ ಇದೆ. എന്തൊരു സന്തോഷാണെന്നറിയാവോ? ಎಷ್ಟು ಸಂತೋಷ ಎಂಬುದಾಗಿ ಗೊತ್ತಿದೆ. അത് അനുഭവിക്കുമ്പോൾ ഞാനും സന്തുഷ്ടനാകുന്നു. ಅದನ್ನು ಅನುಭವಿಸುವಾಗ ನಾನು ಕೂಡ ತುಂಬಾ ಸಂತೋಷವಾಗುತ್ತೇನೆ. നിങ്ങളെ സ്വീകരിക്കാനായിട്ട് സ്വർഗ്ഗത്തിലെ ദൈവം പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് ഒരു ഭവനം പണിയുവാൻ പോകുന്നു. ഭവനം പണിതു കഴിഞ്ഞാൽ നിങ്ങളെ എന്റെ അടുക്കൽ ചേർക്കേണ്ടതിന് ഞാൻ വീണ്ടും വരും. ನಮ್ಮ ಕರ್ತನಾದ ಯೇಸು ಸ್ವಾಮಿ ಇದೇ ರೀತಿಯಲ್ಲಿ ತಿಳಿಸ್ತಾ ಇದೆ, ನಾನು ನಿಮಗಾಗಿ ಒಂದು ಸ್ಥಳವನ್ನು ತಯಾರು ಮಾಡಿದೆ ಪರಲೋಕದಲ್ಲಿ, ಅದು ರೆಡಿಯಾದ ಮೇಲೆ ಮತ್ತೆ ನಿಮ್ಮನ್ನು ಸೇರಿಸಿಕೊಳ್ಳುವುದಕ್ಕಾಗಿ ಮತ್ತೆ ನಾನು ಬರುವುದು ಎಂಬುದಾಗಿ. അതുകൊണ്ടാണ് ആദിമകാല വിശ്വാസികൾ അന്യോന്യം കാണുമ്പോൾ പറയുന്ന ഒരു വാക്കുണ്ട്, മാറാനാഥ, our Lord is coming soon. ಆದ್ದರಿಂದ ಆದಿಕಾಲದಲ್ಲಿ ಇರುವ ವಿಶ್ವಾಸಿಗಳು ಅವರು ಒಬ್ಬರಿಗೊಬ್ಬರು ಭೇಟಿ ಮಾಡುವಾಗ ಅವರು ಈ ರೀತಿಯಲ್ಲಿ ಮಾತನಾಡುವುದು, ಮಾರಾನಾಥ, ನಮ್ಮ ಕರ್ತನು ಬರ್ತಾನೆ ಎಂಬುದಾಗಿ. The patience of hope. ನಿರೀಕ್ಷೆಯ ಸೈರಣೆ. നല്ല മാതൃകയുള്ള സഭ, ಒಂದು ಮಾದರಿಯಾದ ಸಭೆ, വിശ്വാസമുള്ള സഭയായിരുന്നു, ನಂಬಿಕೆ ಇರುವ ಒಂದು ಸಭೆ, സ്നേഹം എക്സസൈസ് ചെയ്യുന്ന സഭയായിരുന്നു, ಪ್ರೀತಿ ಪ್ರಾಯೋಗಿಕವಾಗಿ ಮಾಡಿದ ಒಂದು ಸಭೆ, പ്രത്യാശയിൽ ജീവിച്ച സഭയായിരുന്നു, ನಿರೀಕ್ಷೆಯಿಂದ ಜೀವನ ಮಾಡಿದ ಒಂದು ಸಭೆ. ഈ കാര്യങ്ങൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പാലിപ്പാൻ ദൈവം കൃപ നൽകട്ടെ. ಈ ವಿಷಯಗಳು ನಮ್ಮ ವೈಯಕ್ತಿಕ ಜೀವನದಲ್ಲಿ ಪಾಲಿಸುವುದಕ್ಕಾಗಿ ದೇವರು ನಮ್ಮನ್ನು ಸಹಾಯ ಮಾಡಬೇಕು. പൗലോസ് അതേ അധ്യായത്തിൽ പറഞ്ഞൊരു വാക്ക് വീണ്ടും ഓർപ്പിക്കുകയാണ്. ಅಪೊಸ್ತಲನಾದ ಪೌಲನು ಅದೇ ಅಧ್ಯಾಯದಲ್ಲಿ ತಿಳಿಸಿದ ಬೇರೆ ವಿಷಯವನ್ನು ಹೇಳ್ತಾರೆ, ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ മാതൃകയുള്ളവരായിരുന്നു. ನೀವು ಬಹಳ ಹಿಂಸೆಯನ್ನು ಅನುಭವಿಸಬೇಕಾಗಿದ್ದರು ನೀವು ಮಾದರಿಯಾಗಿದ್ದೀರಿ. ഒരുപാട് കഷ്ടതകൾ സഹിച്ച ഒരു സഭയാണ് ക്രൈസ്തവ സഭ. ಸುಮಾರು ಕಷ್ಟಗಳ മധ്യದಲ್ಲಿ ದಾಟಿ ಹೋದ ಒಂದು ಸಭೆ ಕ್ರೈಸ್ತವ ಸಭೆ. ചില ദേശങ്ങളിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. റൊമേനിയ പോലുള്ള ദേശങ്ങളിൽ ഞാൻ പോയി അത് നേരിട്ട് കണ്ടിട്ടുണ്ട്. അവരുടെ അനുഭവങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ನಾನು ಬೇರೆ ದೇಶಗಳಲ್ಲಿ ಹೋದವನು, റൊമേനിയ ಅಲ್ಲಿ ಎಲ್ಲ ನೋಡಿ ಅವರ ಅನುಭವಗಳನ್ನು ನಾನು ನೋಡಿದವನು. ഒരു പിതാവിനെയും ഒരു മകനെയും സേനാനികൾ പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. ಒಂದು ತಂದೆಯನ್ನು ಮತ್ತು ಆ ಮಗನನ್ನು ಈ ಸೈನಿಕರು ಹಿಡಿದಿದೆ. അവര് വാളുമായിട്ട് നിൽക്കുകയാണ്. ಅವರು ಒಂದು ಕತ್ತಿಯಿಂದ ನಿಲ್ತಾ ಇದೆ. ആ പിതാവിനോട് ഒരു ചോദ്യം, ആ ತಂದೆ ಹತ್ರ ಈ ರೀತಿಯಲ್ಲಿ ಕೇಳಿದೆ, യേശു ക്രിസ്തുവിന്മേലുള്ള വിശ്വാസത്തെ നീ നിരാകരിക്കുമോ? നിരാകരിച്ചാൽ നിനക്ക് സ്വതന്ത്രമായി പോകാം. ಕರ್ತನಾದ ಯೇಸು ಸ್ವಾಮಿಯ ಮೇಲೆ ಇರುವ ನಂಬಿಕೆಯನ್ನು ನೀವು ತಿರಸ್ಕಾರ ಮಾಡಿದ್ರೆ ನಿಮ್ಮನ್ನು ನಾನು ಬಿಟ್ಟು ಬಿಡುತ್ತೇನೆ. ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ എന്റെ കർത്താവിനെ തിരസ്കരിക്കുകയില്ല. ಈ ತಂದೆ ಹೇಳಿದೆ, ನಾನು ನನ್ನ ಕರ್ತನನ್ನು ಎಂದಿಗೂ ತಿರಸ್ಕಾರ ಮಾಡುವುದಿಲ್ಲ. തന്റെ സ്വന്തം മകനെ അവിടെ മാറ്റി നിർത്തിയിട്ട് ತನ್ನ ಮಗನನ್ನು ಸ್ವಲ್ಪ ದೂರದಲ್ಲಿ ನಿಲ್ಲಿಸಿದ ಮೇಲೆ ആ മകന്റെ കൈ നീട്ടാനായിട്ട് പറഞ്ഞു. ಆ ಮಗನ ಕೈ ಇದ್ರ ആ സേനാനികൾ അവന്റെ ഈ ഭാഗത്ത് ഒരു വെട്ടുകൊടുത്തു. ഈ സൈനികರು ಅವನ ಕೈಯನ್ನು ಕಟ್ಟು ಮಾಡಿದರು. വെട്ടറ്റ കൈ നിലത്തിങ്ങനെ പിടയ്ക്കുന്നു. ആ മകನ ಕೈ ಕೆಳಗಡೆ ಬಿದ್ದಿದೆ. അതിലേക്ക് നോക്കിയപ്പോൾ
ആ പിതാവിന്റെ കണ്ടമിടറി. ಆ ಕೈಯನ್ನು ನೋಡಿದಾಗ ಆ ತಂದೆಗೆ ಮಾತನಾಡಲಿಕ್ಕೆ ಆಗ್ತಾ ಇಲ್ಲ. തന്റെ ഉദടുകൾ അനങ്ങാൻ തുടങ്ങി. ನಾಲಿಗೆ അതിന്റെ വാക്കുകളിൽ ಮಾತನಾಡಲಿಕ್ಕೆ ಆಗ್ತಾ ಇಲ್ಲ. ആ സൈനികർ ചോദിച്ചു, ഇനിയും നീ വിശ്വാസം വിടുമോ ഇല്ലയോ? ಈವಾಗಲಾದರೂ ನೀವು ಈ ನಂಬಿಕೆಯನ್ನು ಬಿಡುವುದು ಮನಸ್ಸಿದೆಯಾ? തന്റെ മകന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ആ പിതാവ് ഏറെ ചഞ്ചലപ്പെട്ടു. ತನ್ನ ಮಗನ ಮುಖದಲ್ಲಿ ನೋಡಿದಾಗ ಆ ತಂದೆಗೆ ತುಂಬಾ ದುಃಖ. യേശു ക്രിസ്തുവിനെ നിരാകരിക്കുന്നു എന്ന് പറയാനായിട്ട് താൻ തുനിയുകയാണ്. ಯೇಸು ಸ್ವಾಮಿಯನ್ನು ನಾನು ನಿರಾಕರಿಸ್ತೇನೆ ಎಂಬುದಾಗಿ ಹೇಳುವುದಕ್ಕೆ ಪ್ರಾರಂಭ ಆಗ್ತಾ ಇದ್ದಾಗ, അങ്ങനെ പറയാനായിട്ട് തുടങ്ങിയപ്പോൾ ആ മകൻ വിളിച്ചു പറഞ്ഞിങ്ങനെ, ಆ ರೀತಿಯಲ್ಲಿ ಮಾತನಾಡುವುದಕ್ಕೆ ಪ್ರಾರಂಭ ಮಾಡಿದಾಗ ಮಗನು ಈ ರೀತಿಯಲ್ಲಿ ಹೇಳಿದೆ, അപ്പ ഒരിക്കലും ഈ കർത്താവിനെ നിങ്ങൾ നിരാകരിക്കരുത്. എന്റെ കരങ്ങൾ ഇങ്ങനെ ഭാഗമായി വീഴ്ത്തിയാലും, എന്റെ കാലുകൾ വെട്ടി വീഴ്ത്തിയാലും, എന്റെ കഴുത്ത് വെട്ടിയാലും, നമുക്ക് വേണ്ടി ജീവനെ കൊടുത്ത് നമ്മുടെ കർത്താവിനെ ഒരിക്കലും നിരാകരിക്കരുത്. ಅಪ್ಪ, ನೀವು ಕರ್ತನನ್ನು ನಿರಾಕರಿಸಬಾರದು. ನನ್ನ 2 ಕೈಗಳು ಅವರು ಕಟ್ಟು ಮಾಡಿದರು, ನನ್ನ ಕಾಲುಗಳು ಕಟ್ಟು ಮಾಡಿದರು, ಒಂದು ವೇಳೆ ನನ್ನ ತಲೆ ಕಟ್ಟು ಮಾಡಿದರು, ನಮಗಾಗಿ ಪ್ರಾಣ ಕೊಟ್ಟ ಈ ಕರ್ತನನ್ನು ನಿರಾಕರಿಸಬಾರದು ಎಂಬುದಾಗಿ ಈ ಮಗನು ತಿಳಿಸಿದೆ. ഒരു വാക്കുകൂടെ ആ പൈതൽ പറഞ്ഞു. ಒಂದು ಪದ ಕೂಡ ಆ ಮಗನಿಗೆ ತಿಳಿಸಿದೆ. ലോകം മൊത്തം ശ്രദ്ധിച്ചൊരു വാക്കാണ്. ഇടീ ലോകവും നോಡಿದ ಒಂದು ಪದ. എന്റെ ജീവനെ ഇവർ എടുത്താൽ ഞാൻ സ്വർഗരാജ്യത്തിൽ ചെല്ലുമ്പോൾ ഒരു വഞ്ചകന്റെ മകനാണെന്നുള്ള ഒരു ടൈറ്റിൽ എനിക്ക് ഉണ്ടാകരുതേ. അപ്പൊ അതുകൊണ്ട് എന്റെ മരണത്തിന് അപ്പൻ ഒരിക്കലും യേശുക്രിസ്തുവിനെ നിരാകരിക്കരുത്. ಅಪ್ಪ, ನಾನು ಪರಲೋಕ ರಾಜ್ಯದಲ್ಲಿ ಹೋಗುವಾಗ ನಾನು ಯೇಸು ಸ್ವಾಮಿಯನ್ನು ನಿರಾಕರಿಸಿದ ಒಂದು ಅಪ್ಪ ಮಗನು ಎಂಬುದಾಗಿ ಬೇರೆಯವರು ಯಾರಿಗೆ ಹೇಳಬಾರದು. ಅಪ್ಪ, ಎಂದಿಗೂ ನೀವು ಕರ್ತನನ್ನು ನಿರಾಕರಿಸಬಾರದು. ആ പിതാവിന്റെ മുൻപിലിട്ട് ഭാഗമായിട്ട് ആ പൈതലിനെ വെട്ടിക്കൊന്നു. ಈ ತಂದೆಯ ಮುಂದೆ ಈ ಸೈನಿಕರು ಮಗನನ್ನು ಕೊಂದಿದೆ, ಭಾಗವಾಗಿ ಕೊಂದಿದೆ. നിങ്ങൾ ഓർക്കുക, സ്നേഹത്തിന്റെ പ്രകടനം അവിടെയാണ്. ನೀವು ಇಲ್ಲಿ ನೋಡು, ಪ್ರೀತಿಯ ಒಂದು ಪ್ರಕಟಣೆ ನಾವಿಲ್ಲಿ ನೋಡುತ್ತೇವೆ. സ്നേഹ പ്രയത്നം, ಪ್ರೀತಿಯ ಪ್ರಯಾಸವನ್ನು ನಾವಿಲ್ಲಿ ನೋಡುತ್ತೇವೆ. ത്യാഗം അനുഭവിക്കേണ്ട സ്നേഹം, ತ್ಯಾಗವನ್ನು ಅನುಭವಿಸಬೇಕಾಗಿರುವ ಪ್ರೀತಿ, ത്യാഗപൂർണമായി കർത്താവിനെ സ്നേഹിക്കുക, ಸಾಕ್ರಿಫೈಸ್ ಮಾಡಿ ತ್ಯಾಗಪೂರ್ವಕವಾಗಿ ಕರ್ತನಾದ ಯೇಸು ಸ್ವಾಮಿಯನ್ನು ಪ್ರೀತಿ ಮಾಡಬೇಕು. ദൈവം നമ്മെ സഹായിക്കട്ടെ. ದೇವರು ನಮ್ಮನ್ನು ಸಹಾಯ ಮಾಡಿ. 1-ാം അധ്യായത്തിൽ തെസ്സലോനിക്ക സഭ മാതൃകയുള്ള സഭയായിരുന്നു. 1ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ತೆಸಲೋನಿಕ ಸಭೆ ಮಾದರಿಯಾದ ಒಂದು ಸಭೆ. 2-ാം അധ്യായത്തിൽ അവർ അനേകരെ സ്വാധീനിക്കുന്ന സഭയായിരുന്നു. 2ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ಸುಮಾರು ಜನರನ್ನು ಪ್ರೋತ್ಸಾಹ ಕೊಡುವ ಒಂದು ಸಭೆ. 3-ാം അധ്യായത്തിൽ അവർ സ്ഥിരതയുള്ള സഭയായിരുന്നു. 3ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ಅವರು ಸ್ಥಿರವಾಗಿ ನಿಲ್ಲುವ ಒಂದು ಸಭೆ. 4-ാം അധ്യായത്തിൽ അവർ വിശുദ്ധിയിൽ ജീവിച്ച സഭയായിരുന്നു. 4ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ಅವರು ಪರಿಶುದ್ಧಿಯಲ್ಲಿ ಪವಿತ್ರವಾದ ಜೀವನ ಮಾಡಿದ ಒಂದು ಸಭೆ. 5-ാം അധ്യായത്തിൽ അവർ കാലങ്ങളെയും നാളുകളെയും പ്രതി വിചാരമുള്ളവരായിരുന്നു. 5ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ಅವರು ಕಾಲಗಳನ್ನು ಗಳಿಗಳನ್ನು ಕುರಿತು ಅವರು ವಿವೇಚಿಸುವ ಜನರು. They were alert on the time. ಅವರು ಸಮಯದ ಕುರಿತಾಗಿ ವಿವೇಚಿಸುವವರಾಗಿದ್ದರು. ഒരു മാതൃകയുള്ള സഭ, ഒരു ಮಾದರಿಯಾದ ಒಂದು ಸಭೆ 3 നിലനിൽക്കുന്ന ഗുണങ്ങൾ കാത്തു സൂക്ഷിക്കണം. 3 ನಿಲ್ಲುವ ಗುಣವಿಶೇಷಗಳು ಇರಬೇಕಾಗಿದೆ. 1 വിശ്വാസം, 1 ನಂಬಿಕೆ, 2 പ്രത്യാശ, 2 ನಿರೀಕ್ಷೆ, 3 സ്നേഹം. 3 ಪ್ರೀತಿ. വിശ്വാസത്തിൽ ആരംഭിച്ച് സ്നേഹത്തിൽ അവസാനിക്കുമ്പോൾ, ನಂಬಿಕೆಯಲ್ಲಿ ಪ್ರಾರಂಭ ಮಾಡಿ ಪ್ರೀತಿಯಲ್ಲಿ ಮುಂದೆ ಹೋಗುವ ಒಂದು ನಂಬಿಕೆ. ഒരു വിശ്വാസ ജീവിതം അതിന്റെ ആത്മീയ ഔന്നത്യത്തിൽ എത്തിച്ചേരും. ಆ ರೀತಿಯಲ್ಲಿ ಇರುವ ಜೀವನ ಆತ್ಮೀಯವಾಗಿ ಸಮೃದ್ಧಿಯಾಗಿ ಹೋಗುವ ಒಂದು ಜೀವನ. പത്രോസ് ഇങ്ങനെ പറയുകയാണ്, ഒന്നിനോടൊന്ന് കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു. ಪೇತ್ರನು ತಿಳಿಸಿದ ಹಾಗೆ ನೀವು ಒಂದಕ್ಕೊಂದು ಸೇರಿಸಿಕೊಳ್ಳಿರಿ. ഇന്നത്തേക്കാൾ നാളെ നിങ്ങൾ ഇനിയും ഉത്തമന്മാരായിരിക്കും. ಇವತ್ತಿನಕ್ಕಿಂತ ನಾಳೆ ನಾವು ಆತ್ಮೀಯವಾಗಿ ಅಭಿವೃದ್ಧಿಯುಳ್ಳವರಾಗಿದ್ದೇವೆ. ഓരോ ദിവസവും നിങ്ങൾ വളരണം. ಒಂದೊಂದು ಪ್ರತಿಯೊಂದು ದಿನ ನಾವು ಬೆಳೆಯಬೇಕಾಗಿದೆ. ക്രിസ്തുവിന്റെ തലയോളം വളരണം. ಕರ್ತನಾದ ಯೇಸು ಸ್ವಾಮಿಯ ಶಿರಸ್ಸು ಹಾಗೆ
ಆ ಅಷ್ಟು ನಾವು ಬೆಳೆಯಬೇಕು. ദൈവത്തിന്റെ മനുഷ്യർ വക പ്രാപിച്ച് തികഞ്ഞവനാകും. ದೇವರ ಮನುಷ್ಯನು ಸಕಲ ಸತ್ಕರ್ಮಗಳಿಗೆ ನಿಪುಣರಾಗಿರುವುದಕ್ಕಾಗಿ അതിനുവേണ്ടി വചനം പഠിക്കുക, ಆದ್ದರಿಂದ ಅದಕ್ಕಾಗಿ ದೇವರ ವಾಕ್ಯವನ್ನು ಕಲಿಯಬೇಕು, വചനം പാലിക്കുക, ದೇವರ ವಾಕ್ಯವನ್ನು ಪಾಲಿಸಬೇಕು, വചനത്തിലൂടെ ജീവിതം മുൻപോട്ട് നയിക്കുക. ದೇವರ ವಾಕ್ಯಕ್ಕೆ ಅನುಸಾರವಾಗಿ ನಾವು ಜೀವಿಸಬೇಕು. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ದೇವರು ತಾನೇ ಕರ್ತನ ತಾನೇ ನಮ್ಮೆಲ್ಲರೂ ಸಹಾಯ ಮಾಡಲಿ. ക്ഷമയോടെ കേട്ട എല്ലാവർക്കും നന്ദി പറയുന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കും. ಕಾರಣದಿಂದ ಈ ವಾಕ್ಯವನ್ನು ಕೇಳಿದ ಎಲ್ಲರಿಗೂ ಕೃತಜ್ಞತೆ ತಿಳಿಸಿದ್ದೇನೆ. ದೇವರ ನಾಮಕ್ಕೆ ಮಹಿಮೆ.